അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം. ശ്രദ്ധയോടെ എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 തലങ്ങൾ സുവിശേഷം. 1 മത്തായി, 2 മർക്കോസ്, 3 ലൂക്കോസ്, 4 യോഹന്നാൻ. മത്തായി യേശു ക്രിസ്തുവിന്റെ മശിഹാത്വവും, മർക്കോസ് യേശു ക്രിസ്തുവിന്റെ ദാസത്വവും, ലൂക്കോസ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും, യോഹന്നാൻ അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആളത്വവും. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് മത്തായി സുവിശേഷം. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. AD 37 മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതപ്പെട്ടത് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് മത്തായിൽ കൊടുത്തു. 28 അധ്യായങ്ങൾ ഇതിനകത്ത്. ഇതിന്റെ പ്രത്യേകത 5 പട്ടണങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നു. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. 5 കഥാപാത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണിക്കുന്നു. അതിൽ 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. അതിനപ്പുറത്ത് യേശു ക്രിസ്തുവിന്റെ 5 ആളത്വത്തിന്റെ വർണ്ണനകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണിക്കുന്നു. 1 അവന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 അവന്റെ മരണം, 4 യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് കഴിഞ്ഞ് സുവിശേഷത്തിൽ 5-മതൊരു ഭാഗമുണ്ട്. അതിന്റെ പേര് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അതാരും പ്രസംഗിക്കത്തില്ല. ഇന്ന് രാത്രി ശ്രദ്ധയോടെ അധ്യായം 1 വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ. അധ്യായം 1 യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി പരിശുദ്ധാത്മാവ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തതോ. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. എവിടെ? മത്തായി 2 വരുമ്പോൾ എന്താ ഒരു കുഞ്ഞാടിന്റെ പ്രത്യേകത? 1-ാമത്തെ മനുഷ്യൻ. ഇന്നേ 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം എത്യോപ്യയുടെ മണ്ണിനകത്ത് 6 ഘടകങ്ങളെടുത്തു. സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനവും അധികാരവും ജീവശാസവും എടുത്ത് 7-ാമത്തെ ഘടകമായി നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ആദമിന് ഗാഠനിദ്ര വരുത്തി വാരിയലിനകത്തൊരു സഹോദരി ഉണ്ടാക്കി ഹൗവായ. അവരെ കൊണ്ട് പാർപ്പിച്ചതാ ഏദന്റെ പൂങ്കാവനം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നൊരു കാര്യമുണ്ട്. വാനിൽ നിന്നോ ഒരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി ആദ്യത്തെ കുടുംബജീവിതത്തെ സംയോജിപ്പിച്ച് എത്യോപ്യയിൽ നിന്ന് ഏദനിൽ കൊണ്ടുവന്നു. അവരെ നിർമ്മിച്ചത് എത്യോപ്യയിലെ വാഴാൻ കൊണ്ടുവന്നത് ഏദനകത്ത്. 6 ഘടകം സ്വർഗം. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം സമം 1000 സംവത്സരം. ദൈവം മനുഷ്യന് കൊടുത്ത ആയുസ്. എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലമുണ്ടായിരുന്നു. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ ഇത് കഴിക്കരുത്. ഇത് കഴിക്കുന്ന നാളിൽ ദൈവത്തിന്റെ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി നിങ്ങൾ തോട്ടത്തിന് പുറത്താകും. ആദിമ ദിവസങ്ങളിൽ ആദമിനെ സാത്താൻ പരീക്ഷിച്ചു. ലൂസിഫർ പാമ്പ് വലിയ ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ ആദമിനെ പരീക്ഷിച്ചിട്ട് പറഞ്ഞു, ആദമ ഇത് കഴിച്ചാൽ ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന വീടും കാറും കമ്പ്യൂട്ടർ. ദൈവ സാന്നിധ്യം ഉച്ചു മുതൽ ഉള്ളംകാൽ പറങ്ങിയ ആദമിന്റെ ശരീരത്തിനകത്ത് ഇവന്റെ സാത്താന്റെ പണി ഏറ്റില്ല. തോലടിയിൽ നാദം പനച്ചു മൂടി ചന്തയിൽ പോകുന്നത് ആരറിഞ്ഞു? ഈ പിശാചറിഞ്ഞു. അവസാനം ഹവ്വായ്ക്ക് വാട്സപ്പ് അടിച്ചു. അമ്മാമ്മയോട് പറഞ്ഞ് ഇത് കഴിച്ചാൽ മതി, ഹല്ലേലൂയ, അനുഗ്രഹം വരും, വീട് വരും, കാർ വരും, തെക്കേ അമേരിക്കയിലൊക്കെ പോകാമെന്ന്. സ്വതന്ത്രം സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. എന്നിട്ട് അമ്മാമ്മ ഏകദേശം ഒത്ത് ഇത് കഴിക്കാറായപ്പോൾ സർപ്പം വീണ്ടും പറഞ്ഞു, അമ്മാമ്മ മുഴുവൻ കഴിക്കരുത്, ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം. അച്ഛൻ തോലടി പോയിട്ട് ഒരു ശവനപ്പൂടെ കൊടുക്കണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചത്. കോരിന്ത്യ ലേഖനം. മനസ്സിലാകുന്നവർക്കായി അച്ചായൻ പനച്ചമൂട് ചന്തയിൽ പോയി തിരിച്ചു വന്നപ്പോൾ നല്ല ക്ഷീണം, 38 ഡിഗ്രി ചൂടാ. അമ്മാമ്മ പറഞ്ഞത് ആപ്പിളും കഴിച്ചോ, ശവനപ്പം കുടിച്ചോളാം. ആ അച്ചായനൂടെ കഴിച്ചു. അപ്പോഴാ സ്വർഗത്തിന്റെ വാട്സപ്പിന്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യന് ദൈവം നോക്കുന്നവന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുന്നു. സ്വർഗം അവനെ വിളിച്ച്, ആദമേ നീ എവിടെ? ആദ്യത്തെ കുടുംബം വീണത് കള്ളനോട്ടിലല്ല, മദ്യപാനത്തിലല്ല, ചതിയിലല്ല, ചൂതിലല്ല. ദൈവം പറഞ്ഞ കൽപ്പനയെ നിരസിച്ചപ്പോൾ രക്ഷയുടെ തേജസ് അവർ നഷ്ടപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രി സാഹചര്യവും സമ്മർദ്ദവും നിനക്കെതിരെ വരും, പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കുക. വചനത്തിന്റെ കൽപ്പന നിരസിച്ച ഇന്ന് രാത്രി നീ പട്ടികയ്ക്കകത്ത് തോട്ടത്തിന് പുറത്താകും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗത്തിന്റെ ക്യാമറ യാദവനെ കണ്ടിട്ട് പോലും പാപം ചെയ്ത മനുഷ്യനെ വീണ്ടും ദൈവം സ്നേഹിക്കുന്നു. ആദമേ നീ എവിടെ? ദൈവം കൊടുത്ത തേജസ്സിന്റെ വസ്ത്രം മാറ്റി മരപുരിയാട കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് 1-ാമത്തെ കുടുംബം പാപത്തിലേക്ക് പോകുന്നു. പാപം തുടങ്ങിയത് അമേരിക്കയിലുമല്ല, റഷ്യയിലുമല്ല, ഇന്ത്യയിലുമല്ല, ഏദന്റെ പൂങ്കാവനത്തിനകത്ത്. 2 ഈ പാപം ചെയ്ത മനുഷ്യന്റെ 2 കുഞ്ഞുങ്ങൾ. അവരായിരുന്നു കായീനും ഹാബേലും. ഒരുത്തൻ മറ്റൊരുത്തനെ വെട്ടിക്കൊല്ലുമ്പോൾ സ്വർഗം ചോദിക്കുന്നു, വീണ്ടും മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് അനുദപിക്കുന്നു, കായീന് നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവന്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന്റെ ആയുസ് ബൈബിളിനകത്ത് 1000 സംവത്സരം, ഒരു ദിവസം 1000 സംവത്സരം. പക്ഷേ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ ജഡരാഗമോഹങ്ങളോട് ചേർന്നുകൊണ്ട് കണ്ണിന് കൊള്ളാവുന്നതും കാതിന് കേൾക്കാവുന്നതുമായി
കർണരസങ്ങൾ വിടർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിട്ടുപോയപ്പോൾ അവൻ്റെ ആയുസിനെ ദൈവം മാറ്റിക്കളഞ്ഞു. അതാ 120 സംവത്സരം ബൈബിളിനകത്ത് 969 കൊണ്ട് ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയ മെതുശലേഖം ലോകത്തിൽ നിന്ന് മാറി. എൻ്റെ പ്രഭാഷണം അവിടെയല്ല. പാപം എവിടെ തുടങ്ങി? ഏതനകത്ത്. എവിടെ ആട്ടിൻകുട്ടിയുടെ പരമയാഗം? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ കൊണ്ടുപോയി. അബ്രഹാമിനെ ഇന്നത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടത് 1898 കിലോമീറ്റർ. In between the distance with Iraq, Mesopotamia, the transit is coming Jerusalem 1898 kilometer. ഈ അബ്രാഹാമിനെ ജെറുസലേമിൽ കൊണ്ടുപോയത് അവരാ ഇന്നത്തെ യാക്കോബിന്റെ മക്കൾ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ പട്ടിക: നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. എന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽ തര്. അബ്രഹാമിനെ അവിടെ കൊണ്ടുചെന്ന് വാർദ്ധക്യത്തിൽ ഒരു സന്തതി ജനിച്ചു. അതിൻ്റെ പേരായി ഈസഹാക്ക്. കേട്ടോണം, ആടിൻ്റെ യാഗം. കുഞ്ഞു വളർന്ന് വീട്ടിനകത്ത് പക്വതയോടെ നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അബ്രഹാമിന്റെ കർണപുടത്തിനകത്ത് സ്വർഗത്തിന്റെ ആലോചന വന്നു. ഈ പൈതലിനെ എവിടെ കൊണ്ടുപോകണം? ഹോമയാഗത്തെ കൊണ്ടുപോകണം. യാഗപീഠത്തിനകത്ത് കണ്ണമായി അറുത്ത് ചാമ്പലാക്കണം. സ്വോത്രം. അബ്രഹാമിന്റെ ഉള്ളിലൊരു വേദന. 99 വയസ്സിൽ, മേ ബി 100 വയസ്സ് കിട്ടിയ കുഞ്ഞ. ഇനി മക്കളുണ്ടാകുമെന്നും അറിയത്തില്ല. എങ്കിലും അബ്രഹാം ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? അതിരാവിലെ യാഗത്തിന് വേണ്ടി തയ്യാറായി. വിറകും കട്ടുമെല്ലാം ആരുടെ കയ്യിൽ കൊടുത്തു? കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. പലപ്പോഴും ആടിൻ്റെ കയറുമായി യാത്ര ചെയ്യുന്ന ഈസഹാക്ക് ചോദിച്ചൊരു കാര്യമുണ്ട്. അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, യഹോവ കരുതിക്കൊള്ളു. അബ്രഹാമിൻ്റെ അകത്തൊരു ഉൾക്കാഴ്ചയുണ്ട്. ഇല്ലാത്തതിൽ നിന്ന് സകലത്തെ ഉളവാക്കുന്ന ദൈവം 99 വയസ്സിനകത്ത് തന്റെ ശരീരത്തെ ചലിപ്പിക്കുക സർവശക്തനായ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇസഹാക്കിനെ യാഗപീഠത്തിനകത്ത് ചാമ്പലാക്കിയാലും അതിന്റെ നടുവിൽ നിന്ന് അനേകം ഇസഹാക്കിനെ ഉരുവാക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവമെന്ന അബ്രഹാമിന്റെ അകത്തൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. സകലത്തിനും മതിയായവനായ എൽ ശദ്ദായിയായ ദൈവം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 3 ദിവസത്തെ വഴിദൂരമായി അവർ യാത്രയായി. കുഞ്ഞിനെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന്? യാഗപീഠത്തിൽ സമർപ്പിച്ചു. കൈകാലുകൾ ബന്ധിച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് അവസാനമായി അവന്റെ കൈക്കകത്ത് ഒരു മൂർച്ചയേറിയ വാളുണ്ടായിരുന്നു. അബ്രഹാം അവിടെ മുട്ടുമടക്കി വാളും സ്വർഗത്തിലേക്ക് കാണിച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ പ്രിയന്റെ മകൾ, രക്തത്തിനും ജീനിനുമായ തൻ്റെ മകനെ കൊല്ലുവാൻ പദ്ധതി വെക്കുക. എന്നാൽ അവസാനമായി പ്രാർത്ഥനയുടെ കത്തി ഉയർന്നപ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ അവന് വേണ്ടി തുറന്നു വന്നു. ദ ഫസ്റ്റ് കൺവെൻഷന്റെ ഇന്ന് രാത്രി പറയണ വഴികളും വാതിലുകളും അടയും. എല്ലാവരും നിനക്കെതിരെ പോരാടി നിൽക്കുക. സിസ്റ്റർ, ഇന്ന് രാത്രി ചെറുപ്പക്കാരെ, ഇന്ന് രാത്രി പറയണ, നീ ഒറ്റയ്ക്ക് മുട്ടുമടക്കി നീ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ സ്വർഗം തുറന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ടുവരുക. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി. നാളെ എങ്ങനെ മുമ്പോട്ട് പോകും? അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ മുമ്പോട്ട് വരും? ആ വല്ലാത്ത വേദനയോടെ ഇതിനകത്തിരിക്കുന്നത് ഇന്ന് രാത്രി കരമുയർത്തേണ്ട നിന്റെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നീ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. ഇന്ന് രാത്രി നീ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ലാസ്റ്റ് മോമെന്റിൽ നിന്റെ കണ്ണുനീരിന് വേണ്ടി പ്രവർത്തിക്കുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഒരു കരം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ചെറുപ്പക്കാരെ വിളിച്ചു പറ, കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി അപ്പച്ച വിളിച്ചു പറ, കരം തളർന്ന കരമല്ല. എന്റെ പരാജയങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അബ്രഹാം കർണപുടത്തിൽ ഒരു ശബ്ദം കേട്ടു. അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, മറുവഴിയായി ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ അവന് വേണ്ടി അയച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഒരു വഴി ക്യാൻസർ നിന്നെ തകർക്കാൻ പദ്ധതി വെക്ക്. RCCയുടെ വാതിലുകൾ നിനക്കെതിരെ അടയോ. എന്നാൽ ഇന്ന് രാത്രി പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? പരാജയത്തോടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി നീ കടന്നു പോകരുത്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക്, ബൈപ്പാസ് നടത്താൻ മധു ശ്രീധർ നിംസിലെ പേപ്പർ മാറ്റിക്കളയും. കുഞ്ഞുങ്ങളോട് പറയും, 2 മാസം കഴിഞ്ഞാൽ നിന്റെ ചേട്ടന് ഹല്ലേലൂയ ഒരു മരണപ്പെട്ട് ഉറപ്പ്. എന്നാൽ ഇന്ന് രാത്രി പറയണ, ഒരു വഴിയായി ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ മറുവഴിയായി പരിശുദ്ധാത്മ ശക്തിയാൽ എന്റെ ഹൃദയത്തിലെ രക്തം പമ്പ് ചെയ്യുവാൻ ഇന്ന് രാത്രി എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, ഇന്ന് രാത്രി കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ തോലടിയിൽ നിലമാമോട് എന്റെ തലമുടിയിൽ ഒരു നാര് പോലെ താഴെ വീഴുവാൻ എന്റെ ദൈവം
ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആളിന്റെ പെരുപ്പത്തിലല്ല, അഭിഷേകത്തോടെ നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസതയോടെ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ, നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കൺവെൻഷന്റെ ആദ്യ രാത്രി പറയും, പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറിപ്പോകൂ. ഇന്ന് രാത്രി സഹോദരി വിളിച്ചു പറ, കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങിപ്പോകൂ. എന്നാൽ ഇന്ന് രാത്രി കാരക്കോണത്തും കുന്നത്തുകാരും എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ, the kindness, the mercy of Jesus Christ, no never left, അത് മാറുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു വഴി പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്ക്, നീ തകരുമെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി തിങ്കളാഴ്ച പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സഖാക്കിന് പകരമായ ഒരു ആട്ടുംകുട്ടിയെ അറുത്തു. ആട്ടുംകുട്ടിയുടെ വരമയാകും. രണ്ടാമത്തെ യാഗം എവിടെ? ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറ്, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ തേച്ചുകൊണ്ടവർ രാത്രി യാത്രയായി ചെങ്കടൽ കടന്നു. രണ്ടാമത്തെ ആട്ടിന്റെ പരമയാഗം. 3 ജ്ഞാനികൾ ജ്ഞാനിയ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. ഇന്ന് രാത്രി ചിന്തിക്കുക, ഹല്ലേലൂയ. അതിനകത്ത് 1,50,000 പരം ആടുകളെ അറുത്തു. തേജസ്സുള്ള ആടിന്റെ രക്തം മേധസ്സോടെ ആലയത്തിനകത്ത് ഒഴുകിയപ്പോൾ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവന്റെ ദൈവം നീക്കുമുള്ളത്. അങ്ങനെ ദൈവാലയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി. ശ്രദ്ധയോടെ ഇരിക്കണം. 1 ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി. 2 ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. 3 ഇസ്രായേലിന്റെ ആലയത്തിന് വേണ്ടി ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. കുടിലിനകത്ത് പകയും പിണക്കവും കോപവും ദ്വന്ദ്പക്ഷവും ആത്മഹത്യയും ടൈഫോയിഡും കുഷ്ഠവും അവിധികതർപ്പും എല്ലാം വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്ത്, എന്താ, ഊനമൃഗങ്ങളെ അറക്കാൻ തുടങ്ങി. കുറുപ്രാവിനെ അറുത്തു, കോലാട്ടുകൊറ്റനെ അറുത്തു, അതിനുശേഷം പക്ഷി മൃഗാദികളെ അറുത്തു. ഊനമൃഗങ്ങളുടെയും പക്ഷികളുടെയും രക്തം താഴെ വീഴുമ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഒന്ന് താഴോട്ടിറങ്ങി. സ്വർഗ ഉയരത്തിൽ ചോദിച്ചു, എന്നും ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രക്തം വീഴണ്ട, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. വെള്ളറുടെയിൽ CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരില്ല, രക്തസാക്ഷി സിന്ദാബാ, രക്തസാക്ഷി മരിക്കുന്നില്ല. കാരക്കോണത്ത് BJP-യുടെ ശിബിരം നടക്കുമ്പോൾ യുവാക്കൾ കരമുയർത്തി പറയും, ബലിദാനികൾ സിന്ദാബാ, ബലിദാനികൾ മരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോക? പിതാവിന്റെ സന്ധിയിൽ അവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോക. ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ അവനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനസ്സിലാകുന്നവർക്കായി പെന്തിക്കോസിന്റെ പാപമല്ല, CSIയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, യവനന്റെ യഹൂദന്റെ പാപമല്ല, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ അവനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാഥൻ പറഞ്ഞ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും ഇത്രയും പേർ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്റെ നായകന്റെ പ്രത്യാശയുടെ പൊൻകിരണം അകത്തളത്തിനകത്ത് ചലിക്കുന്നവരാ ഇന്ന് രാത്രി പണം ചെലവാക്കിയാലും ഈ കൺവെൻഷന് വേണ്ടി വന്നിരിക്കുന്നത്. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ്റെ ജനനം എവിടാ? ഒഗസ്ത്യോസ് കൈസർ ബേത്ലഹേമിനകത്ത് അവൻ്റെ ജനനം നടക്കുന്നത്. എവിടുന്നാ വരുന്നത്? നസറേത്തിൽ നിന്നവർ യാത്രയാകുന്നു. എന്താ ബേത്ലഹേമിൻ്റെ പ്രത്യേകത? ഒരുവൻ ജനിക്കുന്നതിന് മുമ്പ് അനവധി പ്രവചനങ്ങൾ, ലോകത്തിൽ അനവധി നേതാക്കൾ, കർത്തൃദാസന്മാർ ഇവിടെ സൂചിപ്പിച്ചു. ഇസങ്ങളും മാർസിസും അതുപോലെ തന്നെ ഏംഗൽസും അല്ലെങ്കിൽ ലെനിനും സ്റ്റാലിനും ഇന്ത്യയുടെ നമ്മുടെ പ്രിയപ്പെട്ട ആദർശധീരനായ ബാപ്പുജി, അവരൊക്കെ ജനിക്കുന്നതിന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇവിടെ ജനിക്കും, അല്ല ഇത്രാം തീയതി ജനിക്കും, ഇത്രാം തീയതി മരിക്കും. ജനിക്കുന്നതിന് മുമ്പ് അനവധി പ്രവചനങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ നാഥന് വേണ്ടി. അതുകൊണ്ടാണ് മീക്ക 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാൻ നിന്നിൽ നിന്ന് എഴുന്നേറ്റ് വരും. സ്വോത്രം. അതുകൊണ്ടാണ് വെച്ച് മറിയാമ്മച്ചി യോസഫും കൂടെ നടന്നു വന്നപ്പോൾ ഒഗസ്ത്യോസ് കൈസറുടെ സെൻസർ പ്രകാരം അവർ ബേത്ലഹേമിൽ വന്നു. കിടക്കുന്ന എത്ര ക്ലിയർ. 1-ാമത്തെ പ്രവചനം യെശയ്യാ പ്രവചനം അടുത്തത് 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവായി അവൻ ഉലകത്തെ വാഴും. നടക്കാനുള്ള പ്രവചനം യെശയ്യാ 7:14 അവൻ എവിടെ ജനിക്കും, ആരിൽ ജനിക്കും? അതിനകത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും. അതിന് ഇമ്മാനുവേൽ. ആ കാലഘട്ടത്തിൽ അനേക കന്യകമാർ ഇസ്രായേലിലെ ചരിത്രം പഠിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അനേക പെൺകുട്ടികൾ വിവാഹം കഴിച്ചില്ല. എന്താ കാര്യം? ഈ ആരുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ
ഒരു സന്തതി ഉരുവാകുന്നെന്ന് വിചാരിച്ച് അന്നത്തെ കാലത്ത് ഇസ്രയേലിൽ അകത്ത് അനവധി പെൺകുട്ടികൾ കല്യാണം കഴിച്ചില്ല. അന്നേരമാ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ അമ്മാമേ, വാക്കിയെടുക്കുന്നില്ല. ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. കരമുയർത്തുന്നവർക്കായി അനവധി പെൺകുട്ടികൾ ഉണ്ടായിട്ടും കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. ഉയരത്തിൽ നിന്ന് വന്ന ഒരു സന്തതിയാ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ആദ്യ രാത്രിയിലും കുഴപ്പമില്ല. ഇന്ന് പെന്തിക്കോസുകാർക്കെല്ലാം പ്രാർത്ഥിച്ച് നല്ല പൈസയൊക്കെയായി. സ്വോത്രം വിശ്വസിക്കുന്നവർക്കായി. കഴിഞ്ഞ ദിവസം ഒരു പെന്തിക്കോസുകാരൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി ഉപദേശിച്ച് പ്രാർത്ഥിച്ചു. ആരൊക്കെ പ്രാർത്ഥിച്ചാലും കട ഉദ്ഘാടനം ചെയ്ത ടെക്സ്റ്റൈലിന്റെ പേര് ഇമ്മാനുവേൽ. കട ഉദ്ഘാടനം ചെയ്യാമെന്ന കാണി റോസ് നിന്നെ എല്ലാം ദൈവം അടിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു പൈസ ഇല്ലാതെ മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചപ്പോൾ ബാങ്കിനകത്ത് ക്യാഷുമായപ്പോൾ ടെക്സ്റ്റൈൽ ഉദ്ഘാടനം ചെയ്യാൻ ഉപദേശിയും വേണ്ട, പാട്ടുകാരനും വേണ്ട, കണിയേം മണിയേം വിളിക്കുന്ന പെന്തിക്കോസുകാരനെ എല്ലാം അടിക്കാൻ കർത്താവ് വടിയെടുക്കാറായി. മനസ്സിലാകുന്നവർക്കായി ഇമ്മാനുവേൽ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സ്വോത്രം. ആ 10:2 വരുമ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവൻ ബേത്ലഹേമിൽ പൂജാതനായി മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാൻ സ്നാനമേറ്റു. 33-ര തിരുവയസ്സിൽ അവന്റെ മരണമാ. സ്നാപക യോഹന്നാൻ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 33-ര വയസ്സിൽ തിരുവചനത്തിന്റെ നിവർത്തി പ്രകാരം മരണമാ. 3.5 വർഷം സ്നാപക യോഹന്നാൻ മാറുമ്പോൾ സങ്കലന യുഗത്തിനകത്ത് മിനിസ്ട്രി ഏറ്റെടുത്തുകൊണ്ട് സത്യവചനത്തിന്റെ ഈ നന്മയുടെ വഴികളും നാടൊട്ടുക്കം പ്രകാശിച്ച് ശമരിയയിലും യഹൂദയിലും ദക്കപ്പൊലിമയിലും കമർദവോമിലും ഓരോരോ വഴിത്താരകൾ നിത്യജീവന്റെ മൊഴിമുത്തുകൾ പകർന്നുകൊണ്ട് അവന്റെ ക്രൂശീകരണത്തിന് വേണ്ടി ഒരു ജൈത്രയാത്ര വരുക. ആ യാത്രയാ യെരൂശലേം ദൈവാലയത്തിനകത്ത്. ബൈബിൾ കൂടെ മത്തായി 21:1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരമെത്തുന്നു. ശിഷ്യന്മാരോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്, മക്കളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിന്റെ കൂട്ടിയെയും അടിച്ചു കൊണ്ടുവരണം. നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുക. അപ്പൊ പറയും, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. അമ്മമ്മ അച്ചായ, ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാ. നാഥന്റെ ജനനത്തിന്റെ പുറകിൽ സെഖര്യാ പ്രവചനം 9:9 അന്നേ 580 കൊല്ലം മുമ്പ് സെഖര്യാവ് എഴുതി വെച്ചു. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരും. വനാന്തരത്തിനകത്ത് കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി ആത്മാവിൽ നല്ല വചനമേറ്റെടുത്തുകൊണ്ട് ഗ്രൗണ്ടിനകത്ത് നിന്ന് എഴുന്നേൽക്കാവും. അവിടെ കാട്ടിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക. നാടൻ മലയാളം കുന്നത്തുകാൽ ഭാഷയിൽ 1 ഭർത്താവ് മരിച്ചതായിരിക്കാം, 2 അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയിരിക്കാം, 3 വഴികളും വാതിലുകളും അടഞ്ഞു, 4 പുറത്തിറങ്ങാതെ ഒരു കയറവരെ ബന്ധിച്ചിരിക്കുക, 5 മരണമുറപ്പാ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, 5 പ്രതികൂലം നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി പറയണ 5 മറുപടിയായി വരുവാനുള്ളവൻ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ദൈവത്തിന്റെ ദാസന്മാർ വന്നു മക്കള്. 1 കഴുതയുടെ കുരു കഴിച്ചു, 2 രക്ഷയുടെ വസ്ത്രം വിതറി, 3 കഴുതയെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി സംതിങ് ഈസ് ഹാപ്പൻഡ്. ലോകം പറയും നിന്റെ വീട്ടിനകത്ത് നീ പുറത്തിറങ്ങത്തില്ലെന്ന്, നാട്ടുകാർ പറയും നിന്റെ പട്ടണത്തിനകത്ത് തല ഉയർത്തരുതല്ല. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനെങ്കിൽ കാലം അല്പം കടന്നു പോയാലും ദിവസങ്ങൾ അല്പം മുൻപോട്ട് പോയാലും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പോ സ്വർഗം തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമെങ്കിൽ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, എൻ്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. മന്ത്രവാദി പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നീ പുറത്തു വരത്തില്ല, ബന്ധുക്കൾ പറയും നിന്റെ കുടുംബം തകർന്നു പോകും, നിന്റെ രക്തബന്ധങ്ങൾ നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വന്നാൽ എൻ്റെ കെട്ടുകൾ അറത്താൽ രക്ഷയുടെ വസ്ത്രം പുറത്തു കൊണ്ടുവന്നാൽ ഇന്ന് രാത്രി ധനപച്ചപുരവും കാരക്കോണവും വെള്ളറുടെ നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കും. അതിൻ്റെ നടുവിൽ കൂടി പിശാച് നിനക്കെതിരെ കുടുംബത്തിനെതിരെ രേഖ എഴുതി വെക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്നെ പുറത്തു കൊണ്ടുവരുവാ. കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറഞ്ഞ കരം തളർന്ന കരമല്ല, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ്റെ ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും നിന്റെ ശരീരത്തിനെതിരെ പിശാച് രോഗം കൊണ്ടുവന്നാലും നീ പുറത്തു വരത്തില്ലെന്ന് മന്ത്രവാദി രേഖ എഴുതിയാലും ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണ, ശത്രു നടുങ്ങട്ടെ, പിശാച് തളരട്ടെ. ഇന്ന് രാത്രി കരമുയർത്തി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക. ഇന്ന് രാത്രി പറ, ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവാ വലുത്. ഇന്ന് രാത്രി ട്യൂമർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവാ വലുത്. ഇന്ന് രാത്രി കടഭാരമല്ല വലുത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കരം എൻ്റെ മേൽ ഇറങ്ങിയ ഇന്ന് രാത്രി യഹോവ
നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. താങ്ക് യു ലോർഡ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നാട്ടുകാർ കഴുതയും കുഞ്ഞിൻ്റെ മരണം കാണാൻ കാത്തിരിക്കുക. പട്ടണത്തെ ഇളക്കിക്കൊണ്ട് നാഥൻ ആ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു. മനസ്സിലാകുന്നവർക്കായി ലോകം പലതും പറയും, നാട്ടുകാർ പലതും പറയും. സ്വത്രം, ഇന്ന് രാത്രി കണ്ണുനീരോടെ നീ വിതച്ചാൽ ആർപ്പോടെ നീ കൊയ്യും. മനസ്സിലാകുന്നവർക്കായി വചനമേറ്റെടുത്തുകൊണ്ട് ഇറങ്ങാവൂ. പട്ടണം മുഴുവൻ ഇളക്കുന്ന ഇവനാർ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓശാന ഓശാന. ഒന്നേ, കഴുതയുടെ കെട്ടഴിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, കഴുതയെ പുറത്തു കൊണ്ടുവന്ന്. 4, പരാജയത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വിജയത്തിൻ്റെ കൊടി നാട്ടി നാഥൻ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു. സരളവൃക്ഷ കൊമ്പുകൾ വെട്ടിക്കൊണ്ട് ജനം വിളിച്ചു, ഓശാന ഓശാന, നാഥൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ആ യാത്ര ഇവിടെ ചെന്നു. യെരൂശലേം ദൈവാലയം. 5 പ്രതികൂലം ഇന്ന് രാത്രി കുടുംബജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ കരമുയർത്തി പറയണം, 5 മറുപടി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കൊണ്ടുതരും. ഒരു കഴുത ഒരിക്കൽ പോലും യെരൂശലേം ദൈവാലയത്തിനകത്ത് ചെന്നാൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് ഓടിച്ച് താഴേക്ക് വലിച്ചെറിയും. പക്ഷെ ആരും തൊട്ടില്ല നാഥൻ യാത്ര ചെയ്ത കഴുത. യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. അതിൽ ഒന്നാമത്തെ പ്രഭാഷണമാണ് ഗിരിപ്രഭാഷം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി അദ്ദേഹം ഒരു പുസ്തകം എഴുതി, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. അതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, എന്നെ അഹിംസയിലേക്ക് കൊണ്ടുവന്നത് ഇസങ്ങളും മതങ്ങളുമല്ല, യേശുദേവൻ്റെ മൊഴിമൊത്ത. അതുകൊണ്ട് ഒരു കരത്തിനകത്ത് മർദ്ദിക്കുന്നവൻ്റെ അടുത്ത് പറഞ്ഞ് നീ മറുകരത്തിലും അടിച്ചോ, കുഴപ്പമില്ല, നീ വിതയ്ക്കുന്നത് നീ തന്നെ കൊയ്യുമെന്ന് പറഞ്ഞ് മഹാധീരനായ ആദർശധീരനായ ബാപ്പുജി വായിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മത്തായി 7:8 ഗിരിപ്രഭാഷം. രണ്ടാമത്തെ പ്രഭാഷണം ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് എസ്കറ്റോളജി അഥവാ ഒലിവുമലയുടെ നെറുകയിൽ അവസാന കാലത്തെ പറ്റി യേശു സമ്മതിക്കുന്നു. മൂന്നാമതൊരു പ്രഭാഷമുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം. യോഹന്നാൻ 14:1-2-3 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവസാന രാത്രി അതാ മാളികമുറി പ്രഭാഷണം. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ബൈബിളിനകത്ത് യേശു ക്രിസ്തുവിന്റെ മാധുര്യമേറിയ മൊഴിമുത്തുകളുടെ 3 ചരണങ്ങൾ. 1 ഗിരിപ്രഭാഷം, 2 ഒലിവുമല പ്രഭാഷം, 3 മാളികമുറി പ്രഭാഷം. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ യെരൂശലേം ദേവാലയം യഹൂദനോടുള്ള ബന്ധത്തിൽ അനവധി പെരുന്നാളുകളുണ്ട്. ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, ഇതൊക്കെയാ യഹൂദന്റെ പെരുന്നാൾ. ഓശാന പെരുന്നാൾ യേശു ദൈവാലയത്തിൽ വന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. യുഗാന്ത്യ സംഭവം, വരാൻ പോകുന്ന കാലങ്ങൾ, എസ്കറ്റോളജി. ആ യേശു പുറത്തു പോകുമ്പോൾ യെരൂശലേം ദൈവാലയത്തിന്റെ പണി കാണിച്ചു. ഇത് തകരുന്നതും ഇന്ന് രാത്രി പറയാം. ആ നല്ല തൂക്കുവിളക്കും നല്ല കാര്യങ്ങളുമെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. സായം സന്ധ്യയിൽ യേശു ഒലിവുമലയിൽ അപ്പൻ്റെ സന്ധിയിൽ പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ സന്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ചെന്ന്, ഗുരു, ഇന്ന് വലിയൊരു പ്രഭാഷണം അങ്ങ് നടത്തി. അങ്ങയുടെ അനവധി പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടു. എവിടെയൊക്കെ കേട്ടു? ഗന്നസരേത്തിൽ കേട്ടു, കബർന്നഗൂമിൽ കേട്ടു, ദക്കപ്പുലിമയിൽ കേട്ടു, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ഇതെല്ലാം ഞങ്ങൾ കേട്ടു. പക്ഷെ പതിവിന് വിപരീതമായി ഇന്ന് ചില കാര്യങ്ങൾ നാഥൻ ഞങ്ങളോട് പറഞ്ഞു. ഈ ഉലകം അവസാനിക്കും, നീ പോയി മടങ്ങി വരും. അടയാളം, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശുവിനോട് ചോദിച്ചു, ഉലകം അവസാനിക്കും, നീ മടങ്ങി വരും, അതിനടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ഉടനെ പറഞ്ഞത്, വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ വരുമെന്നല്ല, സഖാവ് പിണറായി രണ്ടാമത് വരുമെന്നല്ല, അത് കഴിഞ്ഞ് നമ്മുടെ മോഡി സാർ മൂന്നാമത് വരുമെന്നല്ല, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും അവരുടെ ഒരു പരമ്പര തന്നെ നാഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയല്ലയോ. ഞാൻ ക്രിസ്തുവ, ഞാൻ പറഞ്ഞ രോഗം മാറും, ഞാൻ പറഞ്ഞ വിസ വരും, ഞാൻ പറഞ്ഞ പലതും വരും. ഇങ്ങനെ പറയുന്ന ആരെയും ദയവ് ചെയ്ത് കേട്ടരുത്. യേശു വന്നത് വിസ തരാനും കാറ് തരാനും ഒന്നുമല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. ബൈബിളിനകത്തൊരു ഭാഗമുണ്ട്, എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, യൗവനത്തിനകത്ത് മരണം, പടപടാ ബുള്ളറ്റ് ഓടിച്ച് കാരക്കോണത്ത് പോകുമ്പോഴും കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യത. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അമ്മാമ്മ 3 ഘടകങ്ങളുണ്ട്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണമില്ല. ആത്മാവിനെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവമാ യേശു ക്രിസ്തു. അതുകൊണ്ടാ എന്നിൽ വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും. കർത്തൃദാസൻ ഇന്ന് രാത്രി യോഗത്തിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സ്വോത്രം. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവന്റെ ആത്മാവ് പാതാളത്തിനകത്ത് നരകയാതന അനുഭവിക്കാതെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ വന്നവനാ സർവശക്തനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. അല്ലാതെ വീട് തരാനും കാറ് തരാനും കമ്പ്യൂട്ടർ തരാനും മോനെ തെക്കേ അമേരിക്ക
അമേരിക്കയിലും വിസ തരാനും പാസ്പോർട്ട് തരാനും ക്യാൻസർ മാറ്റാനുമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും വിടുതൽ തരത്തില്ലയോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. മനസ്സിലാകുന്നവർക്കായി ദാണ്ട് ഒരു കുഞ്ഞെന്ന് സാക്ഷ്യം പറഞ്ഞല്ലോ. രോഗത്തിൻ്റെ കിടക്കയിൽ വെച്ച് അവൾ കരമുയർത്തി ദൈവത്തോടൊരു കരാറൊപ്പിട്ട്, കർത്താവേ നാളെ ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചാൽ നിന്റെ വിശ്വസ്ത സാക്ഷിയാന്ന് പറയുമ്പോൾ ചലിപ്പിക്കാത്തതിനെ ചലിപ്പിച്ചില്ലായ്മയിൽ നിന്ന് സകലത്തിൻ്റെ അവയവങ്ങളെ ചലിപ്പിക്കുന്നവരാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് അത്ഭുതങ്ങൾ ചെയ്യാനല്ല, വീടും കാറുമല്ല, മുമ്പേ മുട്ടുമടക്കിയാൽ തോലടിയിൽ ഒരു വീട് ദൈവം തരും, ഒരു വാഗണറിൻ്റെ കാർ തരും, ഒരു കുഞ്ഞുങ്ങളെ വെളിനാട്ടിൽ കൊണ്ടുതരും. അല്ലാതെ വിഴിഞ്ഞ ടെർമിനലൊന്നും നിന്റെ കൈ തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. സ്വോത്രം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും നല്ല വചനം ബാക്കി ഞാൻ പറയുന്നില്ല, നാളെ ആൾ കുറയും, അതുകൊണ്ട് മിണ്ടുന്നില്ല. ബൈബിളിനകത്ത് 3 ലോകമുണ്ട്. ഒന്നാമത്തെ ലോകം ആ പുരാതന ലോകം. ബൈബിൾ തുറക്കണം. 31 ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിന്മീതെ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ആ ലോകത്തിൻ്റെ പേരാ കാസ്മോസ്. അത് പോയി, അതാ നോഹയുടെ കാലം. ഇന്നുള്ള ലോകം, ഇന്നത്തെ ലോകത്തിൻ്റെ പേര് അയോൺ. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട് ചൂള പോലെ കത്തുന്ന നാൾ വരും. 2 പത്രോസ് 3:10 അത് അയോൺ. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ഒരു പുതുവാന ഭൂമി വരാൻ പോകുന്നു. വെളിപ്പാട് 21:1-2 ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിൻ്റെ പ്രത്യേകത എന്താ? അന്ന് റോസമാമയ്ക്ക് എത്ര പാവയ്ക്ക വേണേലും തിന്നാൻ കയ്പ് കാണത്തില്ല. ചിന്നമാമയ്ക്ക് ഏത് റോസയെ പിടിച്ചാലും മുള്ള് കാണത്തില്ല. അവറാച്ചൻ ടെറസി വളർത്തുന്ന കഞ്ചാവ് എത്ര അടിച്ചാലും ഒരു പക്ഷവും കാണത്തില്ല. തോമാച്ചൻ തെങ്ങ കയറി ചെത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂമ്പിനകത്ത് ഒരു കള്ളിനകത്ത് മായവും ഇല്ല, കള്ളും കിട്ടത്തില്ല. സ്വോത്രം. അത് കഴിഞ്ഞ് അന്നത്തെ കാലത്ത് തിരുനെൽവേലി കോതയാറിൽ അരിക്കൊമ്പനുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാലം വരാറായി. അതുകൊണ്ട് പണ്ടത്തെ ഒരു പാട്ടുപാട്, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്. ആ പാട്ട് കേട്ട സഹോദരി സഹോദരന്മാർ എത്ര പേരുണ്ട്? ഇന്ന് ഇവിടെ പാടുന്നവർ ഞങ്ങളുടെ പാട്ടുകാർക്ക് പുത്തനും ഇല്ല, പഴയ യെരൂശലേമും ഇല്ല. ഇന്നൊരു പാട്ടേ ഉള്ളൂ, മാറിൽ ചാരിയിടുവാൻ. സ്വോത്ര. യവനെ എല്ലാം കർത്താവ് അടിക്കാറായി. സ്വോത്ര. പണ്ടത്തെ കൺവെൻഷൻ്റെ പാട്ട്, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്. അത് തീരുമ്പോൾ ജസ്റ്റിൻ കുമാർ പാസ്റ്റർ ഉപദേശി പറയുന്നൊരു കാര്യമുണ്ട്, മാറാനാഥ യേശുവേ വരണമേ. പഴയ കൺവെൻഷൻ സ്വോത്രം പാച്ചക്കാടിക്കും, എല്ലാവരും മടങ്ങി വരണം, കാന്തൻ വരാറായി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ 4 ചാലുകൾ, അതിനെ ബേസ് ചെയ്ത ഈ പ്രസംഗം പോകുന്നത്. കുഞ്ഞു വായിച്ച് സഹായിക്കാൻ എല്ലാവർക്കും ബൈബിൾ എടുക്കാം. മത്തായി സുവിശേഷം 24, 32, 33, 34 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചിട്ട് ബൈബിൾ കൂടെ എടുക്കണം. ആത്മീയമന്ന വെള്ളറടെ ഇരിക്കുന്നവര് വായിക്കാൻ. മത്തായി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പിളതായി, ഇസ്രായേൽ അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന്. കിടക്കുന്ന അതാ അന്തിമ യുദ്ധം ഇന്ന് നടക്കാൻ പോവാ. ദുബായിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. എല്ലാവരെയും അടിക്കാൻ ഇസ്രായേൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അത്തയെ നോക്കി ഒരു ഉപമ പഠിപ്പ്. അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. കഴിഞ്ഞ 1 വർഷമായിട്ട് നിങ്ങൾ പത്രത്തിൽ കാണും, ഇസ്രായേൽ ഇല്ലാത്ത ദിവസമില്ല, നാളെയും കാണും. അടുത്തത് അങ്ങനെ നിങ്ങൾ വായിച്ചാട്ട് മക്കളെ, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. ആന്റിക്രൈസ്റ്റ് മൈക്രോചിപ്പുമായി വരുന്നു. അടുത്ത വാക്ക് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതെല്ലാം തോലടിയിലെ ദൈവമക്കൾ കാണും. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മർഡറും ലെബനോണിലെ പേജർ സ്ഫോടനം, ഈ വഴിത്താരമൊത്തം ഞാൻ പ്രസംഗിച്ചതാ. അതുകൊണ്ട് അത് വേറെ വിഷയം എടുക്കുന്ന. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാ. ഇതിനകത്തിരിക്കുന്ന എനിക്കും മരണം, ജസ്റ്റിൻ കുമാർ പാസ്റ്ററും മരണം, എന്റെ സഹോദരൻ ഇവിടെ പുഷ്പരാജ് ബ്രദർ ഇരിക്കുന്ന ഞങ്ങൾക്ക് മരണം പിടിക്കാവും. എന്നാൽ ഒരു കാര്യം പറയാം, ഈ തലമുറ മരണം വഴിയായി പോകത്തില്ല. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ, നാളെ പറയാം. ഈ മിക്കവാറും 90 വയസ്സുള്ള അഭിച്ചായമാരൊന്നും മരണം വഴിയായി പോകത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ശവപ്പെട്ടിയും വരത്തില്ല, നിങ്ങളുടെ മൂക്കിൽ പഞ്ഞിയും വെക്കത്തില്ല, കാരക്കോണത്ത് വെന്റിലേറ്ററിൽ കൊണ്ട് 23 പ്രിയൂണും അടിക്കത്തില്ല. ഈ തലമുറയിൽ മനുഷ്യൻ മധ്യാകാശത്തിൽ എടുക്കാൻ പോകുന്ന ഏലിയാവ് പോയതുപോലെ ദാണ്ട ഈ തലമുറ മരണം വഴിയായി പോകത്തില്ല. അതിനു മുമ്പ് കാന്തൻ വരാൻ പോകുന്ന സംഭവങ്ങൾ. അടുത്തത് വായിച്ചിട്ട് മോളെ. ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. യേശു പറയുന്ന അടുത്തത് ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എത്ര ക്ലിയർ ആയിരിക്കുന്നത്, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത കർത്താവ് നാളെ വരുമെന്ന് സജു ചാത്തന്നൂർ പറഞ്ഞ എന്റെ പേര് കള്ളനെന്നാ. സ്വോത്രം. അടുത്ത ഭാഗം വായിച്ചിട്ട് മോളെ. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ, അയ്യോ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും, ആ കൂടെ വരുന്ന ദൂതന്മാർക്കും
പുത്രനും കൂടെ അറിയുന്നില്ല. വരുന്ന യേശുവിന് പോലും അറിയത്തില്ല എപ്പോൾ വരുന്നെന്ന്. അന്നേരം മുണ്ടക്കയത്തുകാരൻ കുന്നത്തുകാല് സ്റ്റേഡിയത്തിൽ എന്ന് പറയുന്ന കർത്താവ് 2025 വരുന്നു. അവൻ്റെ പേരാ കള്ളപ്രവാചകൻ. സ്വോത്രം. നാളും നാടികയും കൂട്ടി യേശുവിന് അറിയത്തില്ല യേശുവ വരുന്നത്. വരവിന്റെ ലക്ഷണങ്ങൾ. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് കുഞ്ഞൻ. നോഹയുടെ കാലം പോലെ തന്നെ. അതായില്ലേ നോഹയുടെ കാലം. എന്നെക്കാൾ പ്രായമുള്ള അച്ചായന്മാർ വിട്ടിരിക്കുന്നില്ല, സഹോദരങ്ങൾ വിട്ടിരിക്കുന്നില്ല. സ്വോത്രം. എന്താ അതിൻ്റെ പ്രത്യേകത? 2015 മുതൽ നിങ്ങൾ പത്രം മാത്രം വായിച്ചാൽ മതി. എല്ലാ ദിവസവും ഇല്ലയോ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ് അലർട്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒക്ടോബറിലും നവംബറിലും അമ്മമ്മയ്ക്ക് അറിയത്തില്ലയോ റബ്ബറും വെട്ടി മരച്ചീനിയും ഉറക്കി കുരുമുളകും പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയത്തില്ല. വെള്ളറുടെ മഴ, കുന്നത്തുകാലി നല്ല ഉണക്ക്, ചെമ്പൂരി മഴ, അത് കഴിഞ്ഞിട്ട് ഒറ്റശേഖരമംഗലത്ത് നല്ല ഉണങ്ങിയ അന്തരീക്ഷം. ഇതിൻ്റെ അർത്ഥം അമ്മമ്മ നോകയുടെ കാലം. അവൻ്റെ അനിയൻ ഇപ്പം കാറ്റും വരുന്നത്. അപ്പുറത്ത് പറഞ്ഞ അരുമയാണ് പൂയൽ இந்த நாட்களிலே வந்திருக்குது. நம்ம பெண் குழந்தை பேரெல்லாம் இந்த நாட்களில் பூயலுக்கு வந்திருக்குது. ரீதா, கத்രീന, ബിൽമ, ഗാർബി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ടെ. മനസ്സിലാകുന്നവർക്കായി. കഴിഞ്ഞ ആഴ്ച വെള്ളറടയിലെ പയ്യന്റെ പേരും വന്ന് പാസ്റ്റർ ബിബിൻ ചോയ്. അപ്പം പെങ്കൊച്ചിനൊരു ദുഃഖം. அதுக்கு தான் കഴിഞ്ഞ 2 நாளுக்கு பிறகு அருமையான ஒரு புயல் அடிச்சிருக்கு. அதுதான் தானா ചുഴലിക്കാറ്റ്. മനസ്സിലാകുന്നവർക്കായി. ബാക്കി നാളെ പറയാം. സ്വോത്രം. പത്രം വായിക്കണം, സ്വപ്നയുടെ സ്വർണം വായിക്കാതെ ഇതെല്ലാം വായിര്. കർത്താവിന്റെ വരവ് അടുത്തുപോയി. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ബാഷ്പദമായി 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചു. ഇനി യഹൂദനിലേക്ക് സന്ദേശത്തിലേക്ക് അടക്കാം. ഒന്നാമത്തെ മരം അത്തി. അത്തിയുടെ പ്രത്യേകത അവന്റെ രാഷ്ട്രീയം കുഞ്ഞു വായിക്കത്തില്ല. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ അവന്റെ രാഷ്ട്രീയം. 2 അവന്റെ സൗന്ദര്യം. മുന്തിരി പറഞ്ഞു തരാ. അവന്റെ ആത്മീയ മുന്തിരി. യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. ബൈബിളും പ്രവചനവും. 2ാമത്തെ പ്രവചനം മുന്തിരി. 3 അവൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രത്യേകത. നിങ്ങളെല്ലാം വായിക്കുന്ന സങ്കീർത്തനം. കല്യാണത്തിന് പോകുമ്പോൾ സങ്കീർത്തനം 128. പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കല്യാണം കഴിയുമ്പോൾ ദൈവദാസൻ മംഗളസംഗീതം. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം. കുന്നത്തുകാല് ബിവറേജസിൽ എത്തത്തില്ല. ഭാര്യ വീട്ടിനകത്ത് ചന്ദനമഴ കാണത്തില്ല. മക്കൾ നെയ്യാറ് ചൂണ്ടയിടാൻ പോകത്തില്ലെന്ന്. മനസ്സിലാകുന്നവർക്കായി. കുടുംബ പ്രാർത്ഥനയെ പറ്റിയാണ് ഇത് പറയുന്നത്. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാ. നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. സൗന്ദര്യം. ഇതാ പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന് അവസാന സങ്കീർത്തനം. പെങ്കൊച്ച് ചെറുപ്പക്കാരനോട് അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ പോവും ബിരിയാണി തിന്നാൻ പോകും. ഞങ്ങൾ അവിടെ പോകും കവർ മേടിക്കാൻ പോകും. സ്വോത്രവും. ഏറ്റവും നല്ല സങ്കീർത്തനമാ ബൈബിളിനകത്ത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 3 മരങ്ങളോട് ഇസ്രായേൽ. 1 അത്തി, 2 അതിൻ്റെ മുന്തിരി, 3 ഒലിവ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം 5 കോടതികളിൽ. ഇവിടം തൊട്ടാണ് നമ്മുടെ കൺവെൻഷന്റെ പ്രഭാഷണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. കയ്യാഭാവിന്റെ അരമനെ, പുരോഹിതന്മാരുടെ അരമന, പീലാത്തോസിന്റെ അരമനെ, ഹേരോദാവിന്റെ അരമന, പള്ളിപ്രമാണിമാരുടെ അവരമന. അവിടെ എൻ്റെ നാഥരെ കൊണ്ടുവന്ന് യഹൂദൻ ചിതറുന്നു. അന്ന് യഹൂദ പരീക്ഷകൾ വിളിച്ചൊരു കാര്യമുണ്ട്. 2 കൂടുകൾ പീലാത്തോസിന്റെ അരമനയിൽ. ശ്രദ്ധയോടെ ഇരിക്കണം. ഇതാ പ്രസംഗം. ഇസ്രായേൽ. 1ാമത്തെ കൂട്ടിനകത്ത് ആര്? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. 2 ബറബാസ്. ഇത് തന്നെ അന്ത്യനാള്. 1 എതിർ ക്രിസ്തു, 2 മണവാളൻ ക്രിസ്തു. ഇത് 2 കാണിക്കുന്നത് പീലാത്തോസിന്റെ അരമന. അന്ന് യഹൂദൻ നിലവിളിച്ചൊരു കാര്യമുണ്ട്. വായിച്ചിട്ട് മക്കളെ. മത്തായി 27:25 വാക്യം. യഹൂദൻ നിലവിളിച്ചു. വായിച്ചട്ടെ. അവന്റെ രക്തം. വായിച്ചു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെ ഉത്തരം കിടക്കുന്നു. പീലാത്തോസിന്റെ അരമനെ. പീലാത്തോസിന്റെ ഭാര്യ നല്ല അമ്മമ്മയായിരുന്നു. വാട്സപ്പ് ഞെക്കുന്ന അമ്മമ്മയിൽ. അവർക്ക് എവിടുന്നോ വിവരം കിട്ടി ഈ കൂട്ടിനകത്ത് നിൽക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്തവന്. അമ്മമ്മ അച്ചായന് പെട്ടെന്നൊരു മെസ്സേജ് ലെറ്റർ വഴി കൊടുത്തു വിട്ട്, അച്ചായ നമുക്ക് പിള്ളേരുള്ളതാ. ഈ ദൈവ മനുഷ്യൻ അഥവാ യേശു ക്രിസ്തുവിന്റെ രക്തത്തിനകത്ത് നീ ഒരു കാര്യവും എഴുതരുത്. അപ്പം വീണ്ടും പീലാത്തോസ് പറഞ്ഞ് നമ്മൾ പെറ്റി കൊടുക്കുന്ന പോലെ 2 അടി കൊടുത്ത് വിട്ടേക്കാവും. യഹൂദജനം ആർപ്പെട്ടു. ബറബാസിനെ വിട്ടു തരിക. സ്വോത്രം. യേശുവിനെ ക്രൂശിക്കുക. ശാപം മേടിച്ചു. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വഞ്ചൂർ കോടതിയും കാട്ടാക്കടയും ജഡ്ജി വിധി എഴുതിയാൽ ടേബിളിൽ നിന്ന് എഴുന്നേക്കത്തില്ല, ടൈപ്പ് ചെയ്യാൻ കൊടുക്കും. പീലാത്തോസിന്റെ ചരിത്രം പറഞ്ഞു തരാം. അവൻ യേശുവിന് വേണ്ടി ക്രൂശിക്കാൻ കൊടുത്തിട്ട് അവൻ താഴെ ഇറങ്ങി വെള്ളമെടുത്ത് കൈ കഴുകുന്ന ഇസ്രായേലിന്റെ ചരിത്രം. അർത്ഥം ഇതിനകത്ത് ഞാൻ ഭാഗവാക്കേ അല്ല, ശാപം കയറും. ഈ യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. AD 30 മുതൽ അവർ പ്രശ്നത്തിലായി. AD 70 ആയപ്പോൾ
ചിതറാൻ തുടങ്ങി. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ അവന്റെ തകർച്ച ആലയത്തിനകത്ത്, ഇസ്രയേലിന്റെ ഒന്നാമത്തെ ദേവാലയം. ആ ദേവാലയത്തിന്റെ പേരായിരുന്നു പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, സമാഗമന കൂടാരം. രണ്ടാമത്തെ ദേവാലയം, ശ്രദ്ധയോടെ ഇരിക്കണമേ, ആ ദേവാലയം ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം BC 606 നെബൂഖദ്നേസർ അതിനെ തകർത്തു. മൂന്നാമത്തെ ദൈവാലയം കോരശെൻഡയുടെ യസ്രാ, നഗമാവ്, സരബാബേൽ, നഗമ്യാവ് ഇവരെ കൊണ്ടെല്ലാം പണിയിപ്പിച്ച ദൈവാലയം. ലോകത്തിന്റെ ഭരണവും ബൈബിളും. ദാനിയേൽ പ്രവചനം 7 മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ, തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്ര. ബാബിലോൺ, മേദ്യ പാർഷ്യ, ഗ്രീസ് കഴിയുമ്പോൾ റോമാക്കാരുടെ ഭരണകാലത്ത് ഹെരോദാവ് 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിൽ യേശു ഓശാന പ്രഭാഷണം നടത്തി. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. മക്കളെ, ഇവിടെ ഒന്നാമത്തെ പ്രവചനം നിവർത്തിയാകുന്നു. AD 68 ടൈറ്റസ് തീത്തോസ് തിരിയൻ മലയാളം അവൻ എന്ത് ചെയ്തു? ആലയത്തെ ആക്രമിക്കാൻ വന്നു. യെരുശലേം കോട്ടയുടെ മുൻപിൽ മുഴുവൻ എന്തോ ചെയ്തെന്നറിയാമോ? പടകളെ നിരത്തി. യെരുശലേം ആലയം തകരാൻ പോവാ. അന്നൊരു സംഭവം നടന്നു. അവൻ അവിടെ പട നിരത്തിയപ്പോൾ ഒരു ദൂതൻ വന്ന് പറഞ്ഞു, നിന്റെ അപ്പൻ മരിച്ചുപോയി, അതുകൊണ്ട് എന്താ ചെയ്യുക? അപ്പോൾ ടൈറ്റസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ ഇപ്പൊ ആക്രമണം വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഈ ടൈറ്റസിന്റെ ആക്രമണം കണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഓശാന പ്രഭാഷണം കേട്ടവർക്ക് മനസ്സിലായി ഈ പള്ളി തകരുമെന്ന്. അന്ന് പള്ളിക്കകത്തുള്ളവർ, ഇസ്രയേലിൽ ഒരു മലയുണ്ട്, ആ മലയുടെ പേര് പെല്ലാ മല. അവിടുത്തേക്ക് ഓടിപ്പോയെങ്കിൽ അതൊരു നിഴലെങ്കിൽ ഇന്ന് രാത്രി തോലടിയോടി ഞാൻ പറയുന്നു, 3ാം ലോകമഹായുദ്ധത്തിന്റെ ശങ്കുല ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ നിത്യ വീട്ടിൽ കൊണ്ടുപോകുക. ഞങ്ങളുടെ കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനോടനുബന്ധിച്ച് അടുത്ത കാര്യം കേട്ടാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, AD 70 ടൈറ്റസ് വന്നു, ദേവാലയം തകർത്തു. ഇന്ന് ഈ ഹമാസ് ഇസ്രായേൽ സംഘടന എന്തിനാ? യെരുശലേമിന്റെ ആലയത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അവസാന രാത്രി ഞാൻ പറഞ്ഞു തരാം, കൃത്യോടെ കേൾക്കണം. എന്താ കാര്യം എന്ന് പറയുന്നത്? അന്ത്യദിനത്തിലേക്ക് ലോകം പോന്നു. ഹമാസ് ഇസ്രായേൽ ഇന്തിഫാദ വരാൻ പോകുന്ന എതിർക്കസുവിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യഹൂദന് ദേവാലയമില്ല. ഒന്ന്, അവന്റെ വിലാപം അതിലുണ്ട്, ശലോമോന്റെ കാലത്തുള്ളത്. അതിനകത്ത് ഇന്ന് മോശയുടെ കുഞ്ഞുമക്കളുണ്ട്, ഹസദീക്ക്, ഹർദീക്ക്, നെട്ടൂരി കർത്ത. അവന്മാരെ കറുത്ത ഡ്രസ്സിട്ട് തലേ തൊപ്പി വെച്ച് ആലയം തകർന്നതിന് ചുരുള് വെച്ച് തല കല്ലിലിടിക്കുന്നു. യഹൂദന് ദേവാലയമില്ല, അത്തിതളർത്തു കൊമ്പിളതായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു വാതിൽ, യേശു കയറിയ വാതിൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ പറയാൻ അവൻ മടങ്ങി വരും. ആ വാതിൽ തുറക്കാൻ 1967 ജോർദാനിലെ ഹുസൈൻ രാജാവ് പദ്ധതി വെച്ചു. പക്ഷേ രക്ഷയില്ല, തുറന്നില്ല. വായിക്കാം, എവിടെ? എസെക്കേൽ പ്രവചനം 44:1-2 യഹൂദന്റെ ആലയത്തിന്റെ വാതിൽ. വായിച്ചിട്ട് മോളെ, എസെക്കേൽ പ്രവചനം 44:1-2 യഹോവയായ കർത്താവ്. വായിച്ചാട്ടെ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിലെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, അപ്പോൾ യഹോവ എസെക്കേലിനോട് പറഞ്ഞ്, ഇതാരും, വായിച്ചാട്ട് മോളെ, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അത് തുറന്നിട്ടില്ല. അടുത്തത് യഹോവയായ കർത്താവ്. വായിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ സങ്കീർത്തനം 24 വായിക്കുന്നത്, അവൻ മടങ്ങി വരും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒന്നാമത്തെ ശാപം ദേവാലയം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. AD 70 മുതൽ യഹൂദൻ ചിതറി. ഇനി ആ കഥ കേട്ടോണം, നല്ല കഥ. 6 വാക്യം പടപട വായിക്കുമ്പോൾ ഇടവേള ബാക്കി 2 കൂടെ പറഞ്ഞ് സ്വത്രാഴ്ച എടുത്ത് അവസാനിപ്പിക്കാം. ബാക്കി നാളെ. അവൻ ചിതറാൻ തുടങ്ങി. എവിടെ തുടങ്ങി? കൊച്ചി, മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ യഹൂദൻ ചിതറാൻ തുടങ്ങി. ഈ കഥ എല്ലാവരും കേൾക്കണം. അവന്റെ ചരിത്രം. ചെന്നിടത്തെല്ലാം പീഡിപ്പിക്കപ്പെട്ടു. നല്ല പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്ത് വന്നവർ ദൈവത്തോട് മറുതലിച്ചപ്പോൾ അവനെ ദൈവം വെട്ടിക്കളയാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളിലും. ഇന്ത്യയിലെ മട്ടാഞ്ചേരി മുതൽ എവിടം വരെ വന്നെന്നറിയാമോ? ആഫ്രിക്കയിലെ നൈജീരിയ. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മിസ്റ്റർ K. കരുണാകരൻ. അദ്ദേഹം മത്സരിച്ചൊരു മണ്ഡലമുണ്ട് തൃശ്ശൂരിൽ. മാള മലയാളമല്ല, സംസ്കൃതമല്ല, ഒന്നുമല്ല. മാള യഹൂദന്റെ പദമാ. മാ ഇലാഹ, അലയുന്ന യഹൂദൻ. അതായത് തിരുവനന്തപുരത്ത് സൂപ്പർ ഫാസ്റ്റ് മാളയിലേക്ക്. സ്വോത്രം. അവിടെ കിടപ്പുണ്ട്. ചാലക്കുടി, അങ്കമാലി, കറുകുറ്റി, കൊരട്ടി യഹൂദന്റെ വീടുകൾ അടച്ചിട്ടിരിക്കുക. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ മൊട്ട കച്ചവടക്കാർ യഹൂദന്മാരായിരുന്നു. ഇന്ത്യ മാത്രം അവർ ഒരു പരുവത്തിൽ കൊണ്ടുപോയി. ബാക്കി മനസ്സിലാക്കണം. നാട്ടിലെല്ലാം അവർ അലഞ്ഞു. പല്ലിയും പാമ്പും ചെരുപ്പിന്റെ പാറും അവർ തിന്നുകൊണ്ടിരുന്നത്. പിന്നെ ചക്രവർത്തിമാർ
ഇറാനിലെ ഹമാൻ, ഇറാഖിലെ, അത് കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ, അത് കഴിഞ്ഞ് റഷ്യയിലെ ചക്രവർത്തിമാർ കണ്ടവനെ എല്ലാം അങ്ങ് ഞെരിച്ചു കളഞ്ഞു. അതിനുശേഷം വേറൊരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. ഒരു കുടിലിനകത്ത് അവിഹിത ഗർഭമുണ്ടായാൽ യഹൂദനെ കൊന്നാൽ പാപം അവസാനിക്കും. വീട്ടിനകത്ത് കുറ്റം വന്നാൽ യഹൂദനെ കൊന്നാൽ പാപം അവസാനിക്കും. അത് കഴിഞ്ഞ് ബ്രിട്ടനിലെ മാർക്കറ്റിനകത്ത്, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഈ ജനതയെന്നാണ്, ബ്രിട്ടനിലെ മാർക്കറ്റിനകത്ത് സോപ്പ് ഉണ്ടാക്കി, ലൈബോയും റെക്സോണയല്ല, യഹൂദന്റെ കയ്യും കാലും വെട്ടി കുന്നത്തുകാലും പനച്ചു മൂടി ചന്തക്കകത്ത് ഹല്ലേലൂയ മട്ടൻ തൂക്കിയിട്ടുന്നത് പോലെ യഹൂദന്റെ കയ്യും കാലും വെട്ടിയിട്ടുന്നത്. ആ സോപ്പ് അതിനകത്ത് കിട്ടിയ കൊഴുപ്പെടുത്ത ബ്രിട്ടനകത്ത് സോപ്പ് ഉണ്ടാക്കിയത് കണ്ടോ? ദൈവത്തോട് മറുതലിക്കുന്നവന്റെ അവസ്ഥ. അതിനുശേഷം വേറൊരു ചക്രവർത്തി ഉണ്ടായത് ഹിറ്റ്ലർ. 60 ലക്ഷം യഹൂദന്മാർക്ക് തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞ് ജർമ്മനിയിൽ കയറ്റി. ഇവർ വിചാരിച്ചു നല്ല ചൂടായിരുന്നു, പൈപ്പ് തുറക്കാൻ പറഞ്ഞു. പൈപ്പ് തുറന്നപ്പോൾ വെള്ളമല്ല വന്നത്, ഗ്യാസ് അടിച്ച് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. ആത്തി തളിർത്തു, കൊമ്പിളതായി. ലോകത്തിന്റെ രാജ്യങ്ങളിൽ അവർ ചിതറാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. വായിക്കാവ്, വചനത്തോട് മറുതലിച്ച യഹൂദന് മേൽ വന്ന ന്യായവിധി. കറക്റ്റ് ബൈബിൾ എടുത്താട്ടെ. ആവർത്തന പുസ്തകം 28, 64, 68. അവർ മടങ്ങി വരുന്നത് എന്തിനാണെന്ന് അടുത്ത ദിവസങ്ങൾ. ആവർത്തന പുസ്തകം 28-ന്റെ 64, 68 കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിലും ചിതറിക്കും. കിടക്കുന്ന അവന്റെ രക്തം ഞങ്ങളുടെ മേലും. ബൈബിൾ കോളേജ് നോട്ട് എഴുതണം. അതാ മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ 110 രാജ്യങ്ങളിൽ അവൻ ചിതറി. അടുത്ത വാക്ക്, അവിടെ നീയും നിന്റെ പിതാക്കന്മാരും. അബ്രഹാമിനോട് മെസൊപ്പൊട്ടേമിയയിലടുത്ത് ജാതി ആരാധന, വിഗ്രഹത്തെ ആരാധിക്കുന്നവനായിരുന്നു. അവനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ഏക സത്യ ദൈവത്തെ ആരാധിപ്പിക്കുന്ന കൽപ്പന കൊടുത്തതാ ഇസ്രായേൽ പാളയം. നീയും നിന്റെ പിതാക്കന്മാരും വായിച്ചിട്ട് മോളെ മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. പുറപ്പാട് പുസ്തകം മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കണ്ടോ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും. പെന്തിക്കോസ്തുകാർ കേട്ടാട്ടെ, കർത്താവ് വരാറായി. അടുത്ത വാക്ക്, അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അടുത്ത വാക്ക് വായിച്ചോ. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. അയ്യോ, നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. നിന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലുകളയും. ഒരു കുടിലിനകത്ത് കുഷ്ഠമുണ്ട്, യഹൂദനെ കൊല്ലും. ടൈഫോയിഡ് വന്നാൽ യഹൂദനെ കൊല്ലും. സകലരെയും തട്ടിക്കളയും ആ ജാതികളുടെ ഇടയിൽ. അടുത്ത വാക്ക്, നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകുകയില്ല. നിൽക്കുമ്പോ അടുത്ത് അടി വരുമെന്ന് വെച്ചാൽ ഓടും. താണ്ട് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റേ പട്ടണത്തിലോട്ട് യഹൂദൻ ഓടും. എത്ര കാര്യം. അടുത്ത വാക്ക്, അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയം. ഉറക്കമില്ല മക്കളെ. വിറയ്ക്കുന്ന ഹൃദയം എപ്പം കുത്തു കിട്ടുമെന്ന് അറിയത്തില്ല. അന്നത്തെ കാലത്ത് ഗർഭിണികളായ യഹൂദ സ്ത്രീകളുടെ വയറ്റിനകത്ത് വാളുകൊണ്ട് കുത്തിയിട്ട് കുഞ്ഞിനെ വലിച്ചെടുത്ത് കുത്തിക്കൊല്ലുന്ന കാലമാ. അതുകൊണ്ട് ആ വിറയ്ക്കുന്ന ഹൃദയം. ഇതെല്ലാം മനസ്സിലാക്കണം. മടങ്ങി വരാൻ പോവാ. ഇതിന് പിൻപിൽ ദൈവകരം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മങ്ങുന്ന കണ്ണും. അടുത്തത്, നിരാശയുള്ള മനസ്സും തരും. ഇനി ഒരു നിരാശ. ഇനി ഞങ്ങൾക്ക് രാജ്യവും ഇല്ല, ഇവിടെ കിടന്ന് മരിക്കാൻ നിരാശയുള്ളത്. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ ഏത് സമയം കൊല്ലപ്പെടുന്ന യഹൂദൻ നൈജീരിയ മുതൽ ഇന്ത്യ വരെ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. ഇതാ പീലാത്തോസിന്റെ അരമനയിൽ നിന്നിട്ട് ശാപം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും അനുഭവിക്കട്ടെ. അടുത്തത്, രാവും പകലും നീ പേടിച്ചു പാർക്കും. കണ്ടോ? രാവും പകലും ഉറക്കമില്ല. ആരെങ്കിലും ആക്രമിക്കാൻ വരുമെന്ന് കിളിവാതിൽ കൂടെ നോക്കുമെന്ന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. പ്രാണഭയം നിന്നെ വിടത്തില്ല. ജീവന് വേണ്ടി നീ നിലവിളിക്കുമെന്ന്. പ്രാണഭയം. അടുത്ത വാക്ക്, നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയെങ്കിൽ കൊള്ളായിരുന്നു എന്നും. നേരം വെളുത്താ വിചാരിക്കും രാത്രി ആയിരുന്നേ നല്ലതായിരുന്നു, സമാനത്തെ ഒന്ന് കിടക്കാന്ന്. കേട്ടോ? നാടൻ മലയാളം. നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആവട്ടെ എന്ന് കൊള്ളാമെന്ന്. അടുത്തത് സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു. സന്ധ്യാകാലത്ത് പറയും, കർത്താവേ നേരം ഒന്ന് വെളുത്തിരുന്നേ വെട്ടം കിട്ടിയാൽ രാത്രി വല്ലവരും കൊല്ലാൻ വരുമെന്ന് പേടിച്ച്. എത്ര ക്ലിയർ ബൈബിൾ വചനം. മോശയോട് മോശയോട് ദൈവം മോവാബ് സമഭൂമിയിൽ വെച്ച് എഴുതി കൊടുത്ത ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വായിക്കാൻ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്നും നീ പറയും. അടുത്തത്, നീ നിന്നെ കാണുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയെ യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. മിര്യാം തപ്പെടുത്ത് പാടി, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല, ആ കഷ്ടം ഇനി വരികയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി കേട്ടോ, നീ ഇനി കാണുകയില്ലെന്ന് പറഞ്ഞ ദേശത്ത് നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോ? അവിടെ കൊണ്ടുപോ. ഇതാ ഇസ്രയേലിന്റെ തകർച്ച മനസ്സിലാകുന്നവർക്കായി
അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അത് തീർന്നില്ല. അന്നത്തെ കാലത്ത് കൊടും പട്ടിണി, എല്ലാവരും കേൾക്കണം. കൊടും പട്ടിണിയായിരുന്നപ്പോൾ ഇസ്രായേലിനകത്തൊരു കഥയുണ്ട്. എല്ലാവരും കേട്ടാട്ടെ, എല്ലാവരും ഇത് കേൾക്കണം. പട്ടാളക്കാരന്ന് ഇസ്രായേലിൽ കൂടെ മാർച്ച് പാസ് ചെയ്യുക. അന്ന് പട്ടാളക്കാർക്കും പട്ടിണിയാ. 3 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ കരയരുത്. ആ പട്ടിണിയായപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നല്ല ഈ മാംസത്തിന്റെ സ്മെല്ല് വരുന്നു. മാംസത്തിന്റെ സ്മെല്ല് വന്നപ്പോൾ പട്ടാളക്കാർ എവിടെ ചെന്നെന്നറിയാമോ? വീട്ടിനകത്ത് കയറി. അമ്മച്ചി ഒരു പ്ലേറ്റിനകത്ത് നല്ല മാംസം കഴിക്കുന്നു. പട്ടാളക്കാരത് പിടിച്ചു വാങ്ങിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. അമ്മച്ചി പറഞ്ഞു, അയ്യോ അത് കഴിക്കരുത്. എന്താ കഴിക്കത്? അവർ കാണിച്ചു. 9 മാസവും 9 ദിവസവും 9 വിനാഴിക ഞാൻ നൊന്ത് പ്രസവിച്ച മകനെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊന്നു. അവനെ കുട്ടുകത്തിനകത്തിട്ടിട്ട് ആ മാംസം വാർത്തെടുത്തിട്ട് ഞാൻ പൊരിച്ച് തിന്നുന്നത്. എൻ്റെ മകൻ്റെ മാംസം ഞാൻ ഭക്ഷിച്ചു. ബൈബിളിനകത്തുണ്ടോ അച്ചായ? വായിര് ലേവ്യ പുസ്തകം 26-ന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ. സ്വന്തം അമ്മമാർ പട്ടിണി മൂലം കുഞ്ഞിന്റെ മാംസം തിന്നു. ഇസ്രായേലിന്റെ ചരിത്രം. എന്ന് രാത്രി വായിച്ചാട്ടെ. അടുത്ത വാക്യം ലേവ്യ പുസ്തകം 26-29. കുഞ്ഞു വായി സഹായിക്കാം. ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. ഞാൻ നിങ്ങൾക്ക് ക്രോധത്തോടെ വിരോധമായി നടക്കും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. വായിക്കാം. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഇതുവരെ കാണാത്ത യഹൂദന്റെ ശിക്ഷാവിധി AD 30 ശേഷം തുടങ്ങി AD 70 മുതൽ AD 135 വരെ ശിക്ഷാവിധിയുടെ കാലം. അടുത്ത ഭാഗം വായിച്ചാട്ടെ. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്ത് ഒരമ്മ തന്റെ കുഞ്ഞിനെ വിശപ്പ് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് കുട്ടികത്തിനകത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി തിന്നുന്ന പ്ലേറ്റ് ബ്രിട്ടന്റെ പട്ടാളക്കാർ പിടിച്ചപ്പോൾ അമ്മ കരഞ്ഞു, എൻ്റെ മകന്റെ മാംസം വേദന കൊണ്ട് ഞാനങ്ങ് തിന്നുക ഭക്ഷിക്കുക. എത്ര ക്ലിയറായി ഇങ്ങനൊരു ജനതയായി ഇസ്രായേൽ. വീണ്ടും മോശ ആവർത്തന പുസ്തകം വായിച്ചാട്ടെ. തൻ്റെ പുത്രിമാരുടെ മാംസം സ്വന്തം മക്കളെ കൊന്നു തിന്നൊരു ജനത. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 53-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മക്കളെ, യഹോവ നിങ്ങളുടെ ഇടയിൽ ശിക്ഷാവിധി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും. വായിച്ചാ ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും 110 രാജ്യങ്ങൾ നിന്നെ ഞെരുക്കുമ്പോൾ. അടുത്ത വാക്ക് നിരോധത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. ഇത് കണ്ടോ മക്കളെ? ലോക ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് വെച്ച് ഞങ്ങൾ കരഞ്ഞൊരു ഭാഗമാ. ഒരു ലോക ജനത പോലും ഇത്രയും പട്ടിണി കടന്നിട്ടില്ല. വേദന കൊണ്ട് ജനിച്ച കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ച് തിന്ന ഒരു ജനതയാ ഇസ്രായേൽ ജനത. അവർ മടങ്ങി വരുന്നെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിന്റെ ചാലികൾ. അടുത്ത ഒരു പ്രവചനം കൂടെ മനസ്സിലാക്കിക്കൊണ്ടു ഇങ്ങനെ നമുക്ക് സമയം കിട്ടൂ. യിരെമ്യാ പ്രവചനം 19:9. ബൈബിൾ ഉള്ളവരെടുത്താട്ട്. ഇസ്രായേലിനെ പറ്റി കാണുമ്പോൾ ഒരു രാത്രി കൊണ്ട് മടങ്ങി വന്നതല്ല. യിരെമ്യാ പ്രവചനം 19:9 വായിക്കാം. അവരുടെ ശത്രുക്കൾ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. എവിടെ ചെന്നാലും യവനെ കൊന്നുകളയും. അതിന്റെ അർത്ഥം എന്താ? കുഷ്ഠമുണ്ടേ പറയും യേശുവിനെ ക്രൂശിച്ച ദേവന്മാരാ, അതുകൊണ്ട് എവനെ കൊന്നാൽ പാപം. ടൈഫോയിഡ് വന്നാൽ എവനെ കൊന്നാൽ പാപം. വീട്ടിനകത്ത് അവിഹിത ഗർഭം വന്നാൽ വഴിയെ കാണുന്ന യഹൂദനെ കൊല്ലും. യവനെ കൊന്നു കഴിഞ്ഞാൽ പാപത്തിന്റെ പരിഹാരം. കോലാട്ടുകുറ്റം മൃഗമല്ലായിരുന്നു, യഹൂദനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാലം. അത് കഴിഞ്ഞിട്ട് സകല മാർക്കറ്റിലും, ബ്രിട്ടനിലും ജർമ്മനിയിലും മാർക്കറ്റിനകത്തെല്ലാം എന്താണെന്നറിയാമോ? സകല കൂട്ടക്കൊലകൾക്കകത്ത് റോമാ നഗരം വരെ നീറോ ചക്രവർത്തി ചുട്ടരിക്കുമ്പോഴും യഹൂദനെ കൂട്ടത്തോടെ കൊന്നവന്റെ മാംസം വിറ്റ് കാശാക്കി മാർക്കറ്റുകളിൽ തൂക്കി. അടുത്ത വാക്യം വായിച്ചാട്ട് മക്കളെ. അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ഇതാ ലോക ചരിത്രം. ഇന്ന് രാത്രി കമ്പ്യൂട്ടർ അടിച്ചാൽ മതി. ലോകത്തിൽ സ്വന്തം മക്കളുടെ രക്തത്തിന്റെയും മാംസത്തിന്റെയും വിലയായി യഹൂദൻ തിന്നു. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശീകരണത്തിൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. മക്കളെ, ദൈവവചനം ഏറ്റെടുത്ത് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ശാപം മേടിക്കരുത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ ദൈവസഭയ്ക്ക് ഒന്നും കൊടുക്കണ്ട, ദൈവദാസൻ ഒന്നും കൊടുക്കണ്ട. വചനത്തോട് മറുതലിച്ചാൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. വായിക്കാം. ഇടവേളയിലേക്ക് ആദ്യം പോവുക. സങ്കീർത്തനം 50:22. കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 50:22. അവർ മടങ്ങി
വരാൻ പോവുക. വായിക്കാട്ടെ. ദൈവത്തെ മറക്കുന്നവരെ, ദൈവത്തെ മറക്കുന്ന യഹോവയെ ഇത് ഓർത്തുകൊള്ളുവീൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അടുത്തത്, ആ കരം ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വചനത്തോട് മറുതലിക്കുന്ന ആ ചായ അമ്മാമേ, ആരൊക്കെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാലും ദൈവത്തോട് മറുതലിക്കുന്നവര് സ്വർഗം നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ 5 വൻകരകൾ ചിതറിയ ഊതനെന്ന് മടങ്ങി വരണം. അതിനാസ്പദമായി 1-ാം ലോകമഹായുദ്ധം വന്ന 1914 മുതൽ 19 വരെ ആ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. ലോക രാജ്യങ്ങളിൽ ചിതറിക്കടന്ന യഹൂദർ പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്ത് വന്ന് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറുമായി ബെഞ്ചമിൻ നെതന്യാഹു കരം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. വരാൻ പോകുന്ന ഒരു അന്തിമ യുദ്ധം ഇതിന്റെ പിൻപിൽ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, 3-ാം ലോക മഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. എന്താ സംഭവം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാഗ അതിർത്തിയിൽ വെച്ച് ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ അറ്റാഷമാര് പാകിസ്ഥാന്റെ കോൺസുലേറ്റുമാരെ അങ്ങോട്ട് കൊടുക്കും. അവിടുന്ന് ആരാ? ഇസ്ലാമാബാദിൽ നിന്നുള്ള ഇന്ത്യൻ അറ്റാഷമാരെ ഇങ്ങോട്ട് തരും. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുക. എന്നാൽ അവിടെ ഒരു കൈമാറ്റം. ഡൽഹിയിൽ നിന്ന് വണ്ടിക്കകത്ത് 40 പേരെ അവിടെ കൊണ്ടു നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവരിവിടത്തേക്ക് കയറുമെന്നറിയാമോ? പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള മിലിറ്ററിയിലെ കോൺഫിഡൻസിൽ 40 അറ്റാഷമാരെ ഇന്ത്യൻ വണ്ടി കയറ്റ് വാഗ ഗേറ്റ് അടയ്ക്കും, പതാക താഴ്ത്ത്. 8 മണിക്കൂർ കഴിഞ്ഞ വെടിവെപ്പെങ്കിൽ അന്തിമ ദിനം ഇസ്രയേലിന്റെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തോലടിയിലും കുന്നത്തുകാലും ഒരു സംഭവം നടക്കുക, ഒരു ഒഴിച്ചുമാറ്റം നടക്കുക. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അത്തി തളിർത്തു, കൊമ്പിളതായി അവൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി തോലടിയോട് ഒരു രാത്രി കൂടി കാലം തീരാറായി. കാന്തൻ വരാറായി. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. Now we are going a short break. കർത്താവിന്റെ ദാസനെ അതിന്റെ ദൈവം ബലപ്പെടുത്തട്ടെ. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന് മടയാണ്. അത്തിച്ചെടിയെപ്പോൾ കുടിച്ചു വെക്കുന്നു, അതിനെ പറ്റിയായിരിക്കും. അത്തയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പുള്ളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, യഹോവയെ മറക്കുന്നവരെ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. നിന്നെ വിടുവിപ്പാൻ ആരുമുണ്ടാകിയ. ലോകരാജ്യങ്ങളിൽ അവർ ചിതറിപ്പോയി. അബ്രഹാമിനോട് ദൈവം പാല് തേനും എടുക്കുന്ന കനാൻ ദേശം കൊടുക്കുന്ന 2 കാര്യം കൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കും. ബാക്കി നാളെ. പ്രിയപ്പെട്ടവരെ, ആസ്പദമായൊരു സംഭവം ഉണ്ടായി. ഇതെല്ലാം ചെറുപ്പക്കാർ കേൾക്കണം. ഇവൻ എങ്ങനെ മടങ്ങി വരുന്നു? 1867. ഇതാ ബൈബിളും ചരിത്രവും. 1867 ഫ്രാൻസിൽ പട്ടാളക്കാരൊരു വലിയ പരേഡ് നടക്കുക. എല്ലാവരും കേൾക്കണം. ചില നിമിഷങ്ങൾ 1867 പട്ടാളക്കാർ ഒരു വലിയ പരേഡ് നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഇവിടെ ടി വിക്കാരോ അല്ലെങ്കിൽ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ റിപ്പോർട്ട് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ പോയി. അവൻ്റെ പേര് തിയോഡർ ഹെർസൺ. അവൻ 2ാമത്തെ നിലയിൽ തരുന്ന ഈ പട്ടാളക്കാരുടെ മാർച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുക. 3-ാം ദിവസം മാർച്ച് നടന്നപ്പോൾ രാവിലെ മിലിറ്ററിയിലെ കമാൻഡർമാർ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ അതിൻ്റെ പുറയിൽ നിന്ന് ഒരു ക്യാപ്റ്റനെ, ഒരു പട്ടാളക്കാരനെ പിടിച്ച് ഫ്രാൻസുകാർ അടിച്ചു കൊല്ലുന്നു. ഫ്രണ്ടിൽ പോകുന്ന ആരും വേണ്ടിയില്ല. ഇവൻ ഓടി അവിടെ ചെന്നു. ഓടിച്ചെന്ന് അവരോട് ചോദിച്ചു, ഇദ്ദേഹം ഒരു ക്യാപ്റ്റനല്ലേ, എന്തിനാ അടിച്ചു കൊല്ലുന്നത്? അപ്പോൾ പറഞ്ഞു, അവൻ യഹൂദനാ, യേശുവിനെ ക്രൂശിച്ചവനാ, അതുകൊണ്ട് അവനെ അടിച്ചു കൊല്ലുന്നു. ഈ തിയോഡർ ഹെർസൺ ഒരു യഹൂദനായിരുന്നു. ബാക്കി നിങ്ങൾ കേൾക്കണം. അവൻ ഇങ്ങോട്ട് വന്നു. എൻ്റെ ജനം ദാ പച്ചയ്ക്ക് റോഡിൽ അടികൊണ്ട് കുത്തേറ്റ് മരിക്കുന്നു. അവനവൻ്റെ പേപ്പറെല്ലാം വലിച്ചു കയറി അവൻ 30 വർഷം തിയോഡർ ഹെർസൺ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ജനം മടങ്ങി വരണം. ലോകത്തിൻ്റെ എല്ലാ വൻകരകൾ ചിതറി. 1897 ഒരു കമ്മിറ്റി കൂടി, ഒരു കൂട്ടം യഹൂദന്മാർ ഒരുമിച്ചു. അതിൻ്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെൻറ്റ്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ നേതാവായി ഒരുവനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് ശാസ്ത്രജ്ഞനായ G.M. വൈസ്മാൻ. അന്നൊരു ബുക്ക് അവരുണ്ടാക്കി. എല്ലാവരും ഇത് കേൾക്കണം. 14 പേജുള്ള ഒരു ബുക്ക്. അതിനകത്തൊരു കാര്യം പറഞ്ഞു, യേശുവിൻ്റെ രക്തത്തിന് വേണ്ടി നമ്മൾ വാദിച്ചപ്പോൾ നമ്മുടെ തലമുറകളെ ലോകം മുഴുവൻ ചിതറിച്ചു. ഇന്ന് നമുക്കൊരു വീടില്ല, ഒരു സ്ഥലമില്ല. അന്നിപ്പോൾ ഇവരിറങ്ങിപ്പോയപ്പോൾ ആരയിലായി ഭരണം? റോമാക്കാർ മാറി. തുർക്കിയിൽ ഓട്ടോമൻ സാമ്രാജ്യമാണ് അന്ന് ഫലസ്തീൻ പ്രൊവിൻസ് ഭരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 1897 14 പേജുള്ള ബുക്കിലെറ്റ്
ലോകരാജ്യങ്ങളിലെത്തി. സ്വോത്രം. അന്ന് പ്ലെയിനുമില്ല, ട്രെയിനുമില്ല, ഏതൊക്കെയോ കപ്പലിൽ കൂടി. പ്ലെയിൻ വന്നത് 1903. സകല സ്ഥലങ്ങളിലും യഹൂദന്റെ വീട്ടുകളിൽ പ്രാർത്ഥന തുടങ്ങി. 1-2 കൊല്ലമല്ല, 13 വർഷം അവർ നിലവിളിച്ചപ്പോൾ അവരുടെ മടങ്ങി വരവിന്റെ 1-ാമത്തെ ചാൽ തുടങ്ങി. ഇവിടെ നിങ്ങൾ കേൾക്കണം, 1910 ഒരു സംഭവം ഉണ്ടായി. ലൈവ് കാണുന്നവർ, ലോകരാഷ്ട്രങ്ങളെ പറ്റി അറിയുന്നവർ, 1910 ഓസ്ട്രേലിയ രാജകുമാരന്റെ പേരാ ഫെർഡിനാൻഡ്, രാജ്ഞിയുടെ പേരാ സോഫിയ രാജകുമാരി. ഇവർ രണ്ടുപേരും എവിടെ പോകുന്നതെന്നറിയാമോ? അവരൊരു എക്സിബിഷന് വേണ്ടി പോകുന്നത് സെർബിയ. പറഞ്ഞു തരാം. നമ്മുടെ കളിക്കാവളം കഴിഞ്ഞ് മാർത്താണ്ഡത്ത് ഒരു എക്സിബിഷൻ നടക്കുന്ന പോലെ 2 രാജ്യങ്ങളായിരുന്നു, സെർബിയയും ഓസ്ട്രിയയും. ഓസ്ട്രിയയിലെ രാജകുമാരൻ ഫെർഡിനാൻഡ് ഭാര്യ സോഫിയുമായി നല്ലൊരു വാഹനത്തിനകത്ത് അടുത്ത സ്റ്റേറ്റിൽ എക്സിബിഷന് പോയതാണ്. അവർ ബോർഡർ എത്തുമ്പോൾ അവരുടെ വണ്ടിയുടെ നേരെ ഒരു കല്ല് വന്ന് വീണു. ഇതാ യഹൂദന്റെ മടങ്ങി വരവ്. കല്ല് വന്ന് വീണപ്പോൾ അംഗരക്ഷകൻ ഫ്രണ്ടിലിരുന്നു. അംഗരക്ഷകന് മുറിവേറ്റു. സെർബിയയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. അംഗരക്ഷകനെ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ രാജ്ഞിയും രാജകുമാരനും അവിടെ നിൽക്കുമ്പോൾ ഫെർഡിനൻഡ് രാജാവിന്റെ നേർക്ക് ഒരുവൻ വന്നൊരു കുന്തം കൊണ്ടൊരു കുത്തു കൊടുത്തു. അവിടെ വെച്ച് അവൻ മരിച്ചു. അതാ 1-ാം ലോകമഹായുദ്ധം. ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കണം. രാജകുമാരൻ മരിച്ചപ്പോൾ ലോകം 2 ചേരിയിലായി. ഓസ്ട്രിയയുടെ പക്ഷത്താര ഗ്രേറ്റ് ബ്രിട്ടൻ, അത് കഴിഞ്ഞ് സെർബിയയുടെ പക്ഷത്ത് ജർമ്മനി. അന്ന് 1914 മുതൽ 19 വരെ 1-ാം ലോകമഹായുദ്ധം. ഇനിയുള്ള കാര്യം മനസ്സിലാക്കണം. ലോകത്തിലെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടൻ. നമുക്ക് തന്നെ സ്വാതന്ത്ര്യം 47-ലാണ്. ഈ സമയത്ത് ഒരു സംഭവം നടന്നു. 2 ചേരിയിൽ. ഒന്ന് ഓസ്ട്രിയയുടെ ചേരിയിൽ ബ്രിട്ടൻ, ജർമ്മനിയുടെ ചേരിയിൽ സെർബിയ. അന്നൊരു സംഭവം നടന്നു. ഈ ജർമ്മനിയുടെ യുദ്ധക്കപ്പലുകൾ, എല്ലാവരും ഇത് കേൾക്കണം, യഹൂദന്റെ മടങ്ങി വരവ്. ഈ ജർമ്മനിയുടെ യുദ്ധക്കപ്പലുകൾ ബ്രിട്ടന്റെ ആ പട്ടണം മുഴുവൻ ഇങ്ങനെ നിരന്നു കഴിഞ്ഞു വെള്ളത്തിനകത്ത്. ബ്രിട്ടൻ ഒരു രക്ഷയില്ല രക്ഷപ്പെടുവാൻ. അന്ന് അവരൊരു കാര്യം തീരുമാനിച്ചു, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രസിഡന്റിന്റെ പേരാ ഡേവിഡ് ലോയൻ ജോർജ്, അവിടുത്തെ ഗവർണറുടെ പേരാ ആർതർ ബാൽഫോർഡ്, അവിടുത്തെ ഈ ബ്രിട്ടന്റെ കമാൻഡറുടെ പേരാ ഡേവിഡ് അലൻബി. അവര് പറഞ്ഞു, യഹൂദൻ വിചാരിച്ചാൽ ഇതിന് രക്ഷ കിട്ടും. അങ്ങനെ ഇരുന്നപ്പോൾ ബ്രിട്ടന്റെ സർവകലാശാലയുണ്ട്, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി. അവിടെ യഹൂദനായ ചിയാം വൈസ്ബൻ ഈ ഗ്രനേഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഈ പോലീസുകാർ പുക പോലെ എറിയുന്ന സാധനം. പക്ഷെ ഇത് കൊണ്ടുപോകാനുള്ള വഴി ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ കപ്പൽപ്പട കടക്കുക. 48 മണിക്കൂർ കഴിഞ്ഞാൽ സൈറൺ മുഴങ്ങും, ബ്രിട്ടനെ തീർക്കും. 2 ദിവസം മുമ്പേ ഡേവിഡ് ലോയൻ ജോർജും അലൻബിയും ആർതർ ബാൽഫോർഡും ഈ സിയോൺ സംഘത്തിന്റെ നേതാവ് ചിയാം വൈസ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടൻ തകരാൻ പോവാ, നീ ഒരു യഹൂദനാ, നീ വിചാരിച്ചെങ്കിൽ ഇനി രക്ഷയുള്ളൂ, ഞങ്ങൾ പ്രതിഫലം തരാം. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം നേരെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വന്നു. അദ്ദേഹത്തിന്റെ പരീക്ഷണശാല തുറന്നു. എല്ലാവരും ഇത് കേൾക്കണം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്, ബൈബിൾ എടുത്തു. എങ്ങനെയെങ്കിലും ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുവാൻ അവൻ്റെ പഴയ നിയമമുള്ള തോറയുടെ ചുരുളുകൾ അവൻ വായിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവൻ്റെ കണ്ണ് വിശുദ്ധ തിരുവചനത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാ 1-ാം ലോകമഹായുദ്ധത്തിന്റെ ജയം. ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഇയ്യോബ്. മനസ്സിലാകുന്നവർക്കായി, ആടുമാടുകൾ 10 മക്കൾ പോയി. ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം. എന്താ സംഭവിച്ചത്? സ്വന്തം ഭാര്യ ഇയ്യോബിനെ എന്തോ ചെയ്തു? സ്വോത്രം. കളിയിലിനകത്ത് കൊണ്ടിട്ട കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊടുത്തത്. ഇയ്യോബിന്റെ സൗണ്ട് സിസ്റ്റവും പരശോകത്തിന്റെ ട്രാക്ടറും എല്ലാം വിറ്റ് കാശാക്കി ഈ അമ്മാമ്മ. സ്വോത്രം. ഞങ്ങളുടെ അമ്മാമ്മ കാര്യക്കാലം കഷ്ടമായിരുന്നു. സ്വോത്രം. ഇയ്യോബിന്റെ കൂട്ടുകാർ എലീബസിനും ബിന്ദാദിനും എല്ലാം കൂടെ വീട്ടിനകത്ത് കാരക്കോണത്ത് നിന്ന് മേടിക്കുന്ന ചിക്കനും ഗ്രില്ലും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. പാവപ്പെട്ട ഇയ്യോബിനെ കൊണ്ട് എവിടാക്കി? സ്വോത്രം, കളിയിലാക്കി. ഇയ്യോബ് ഇപ്പോൾ വോട്ട് കഷ്ണം എടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും അനുഗ്രഹത്തിന് അധിപതിയെ പാടുക. അമ്മാമ്മ പറഞ്ഞു, ഇത്രയും ശരീരത്തിൽ വോട്ട് കഷ്ണം പരുക്കള് വന്നിട്ടും സ്വോത്രം ഇതുവരെയും ഈ കർത്താവിനെ തള്ളി പറയത്തില്ലേ? ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ചായ അമ്മാമ്മേ, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കരമുയർത്തുന്നവർക്കായി. ശരീരത്തിനകത്ത് വോട്ട് കഷ്ണം കൊണ്ട് ചൊറിയുമ്പോൾ ഭക്തന്റെ പ്രത്യാശ, കാണുന്നത് താൽക്കാലികം, കാണാത്തൊരു നിത്യ വീട് എനിക്ക് വേണ്ടി ഉണ്ട്. സ്വോത്രം. അവസാനം ഇയ്യോബ് പറഞ്ഞെന്താ അമ്മാമ്മേ? ഇയ്യോബ് 19:25,
എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമയിൽ നിൽക്കും. കരമുയർത്തുന്നവർക്കായി ബൈബിളിനകത്ത് 100 കണ്ടുപിടുത്തങ്ങൾ യോബ്. അതിനകത്തൊരു വാക്യം അന്ന് രാത്രി ആരാ ചെയ്യാൻ വൈസ്മാൻ വായിച്ചു. ബൈബിളുള്ളവരെടുത്താട്ട് 1-ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ ജയിപ്പിച്ചത് ദൈവത്തിന്റെ കരം. വായിക്കാം. യോബ് 38:22-21 ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. ബാക്കി നാളെ വായിച്ചിട്ട് മോളെ യോബ് 38:22-21 വായിക്കാം. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? അടുത്തത് കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും ഞാൻ അതിനെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കും. ഇവിടെ എല്ലാവരും കേൾക്കണം. ഇതാ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. 1.5 മണിക്കൂർ യമന്റെ ഉള്ളു കത്തി ഹിമത്തിന്റെ ഭണ്ഡാരം. ചെറുപ്പക്കാര സഹോദരി, എന്താണെന്നറിയോ? ഐസ് കട്ട. ഐസ് കട്ടയിലേക്ക് ദൈവം എന്നെ ചിന്ത കൊണ്ടുവന്നു. ഹിമത്തിന്റെ ഭണ്ഡാരം അവൻ മിനിറ്റ് കൊണ്ട് കാര്യം ചെയ്തു. 24 മണിക്കൂർ കൊണ്ട്. എല്ലാവരും കേൾക്കണം. ബ്രിട്ടൻ ഐസ് ഫാക്ടറികളിനകത്ത് അനവധി ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ ചെയ്തു. എന്നിട്ട് എന്തോ ചെയ്തു? പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ ഗ്രനേഡ് എന്തോ ചെയ്തു? ഐസ് കട്ടയ്ക്കകത്ത് അങ്ങ് പൊതിഞ്ഞു. പ്ലാസ്റ്റിക്കിനകത്ത് ഗ്രനേഡ് അങ്ങ് പൊതിഞ്ഞു. എന്നിട്ട് കെട്ടി ഐസ് കട്ട കൂട്ടി കെട്ടി കടലിൽ കൂടെ ഒഴുക്കി വിട്ടു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവൻ ചിയാം വൈസ്മാൻ എന്തോ ഇതെന്നറിയാമോ? മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ റിമോട്ട് കാറിന് ഓടിക്കുന്നത് പോലെ ഈ ഐസ് ക്യൂബ് പ്ലാസ്റ്റിക്കിനകത്ത് അവിടെ ചെന്നപ്പോൾ ഇവൻ റിമോട്ട് വെച്ച് കപ്പലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആരും അറിഞ്ഞില്ല. സമുദ്രത്തിൽ കൂടെ ഒഴുകിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവൻ റിമോട്ട് വെച്ച് ഞെക്കി കൊടുത്തു. എന്താ ചെയ്തത്? ദീപാവലിക്ക് പടക്കം പൊട്ടുന്നത് പോലെ ജർമ്മനിയുടെ കപ്പൽ പടം മുഴുവൻ അവിടെ തകർന്നു വീണു. ജർമ്മനി കൊടി താഴ്ത്തി. ആര് യുദ്ധം ജയിച്ചു? ബ്രിട്ടൻ ജയിച്ചു. മനസ്സിലാകുന്നവർക്കായി 1-ാമത്തെ ലോക മഹായുദ്ധത്തിൽ ഇറങ്ങി വന്നത് ദൈവത്തിന്റെ കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി ഇത് ചെറിയ സംഭവമല്ല. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ. പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയം അടുത്തുപോയി. ആ 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഹല്ലേലൂയ ചിയാം വൈസ്മാനെ കൊണ്ട് ജർമ്മനിയുടെ കപ്പൽ പടയെ തകർത്തു. ജർമ്മനി കൊടി താഴ്ത്തിയപ്പോൾ ബ്രിട്ടന്റെ പ്രസിഡന്റ് ഡേവിഡ് ലോൺ ജോർജ്, കേട്ടോ ചെറുപ്പക്കാർ എഴുതിക്കോ, ഗവർണർ ആർദോൽ ബാൽബോൾ, ഡേവിഡ് അലൻബി ഇദ്ദേഹത്തെ വിളിച്ചു കൊട്ടാരത്തിലേക്ക്. യഹൂദനായ ശാസ്ത്രജ്ഞനോട് പറഞ്ഞു, സാറ് നിങ്ങൾ ആ യുദ്ധം ജയിച്ചു തന്നത് എന്തോ വേണം? എന്നെപ്പോലുള്ള ഉപദേശിമാരാണ് ജസ്റ്റിൻ കുമാർ പാസ്റ്റർ. ഞാൻ പറഞ്ഞ അമേരിക്കയ്ക്ക് വിസയും 40 സഭയും വേണമെന്ന്. സ്വത്രം. പക്ഷേ ആ പുള്ളിക്കാരൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ചിയാം വൈസ്മാൻ പറഞ്ഞു, സാറേ ഇന്ത്യ മുതൽ നൈജീരിയ വരെ ഞങ്ങൾ ചിതറിക്കിടക്കാം. ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുവരണം കരമുയർത്തുന്നവർക്കായി. ഇതാ വചനത്തിന്റെ പ്രസംഗം. അന്ന് പുറപ്പെടുവിച്ചതാ ഇവിടുത്തെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകര ധനുപച്ചപുരം കോളേജിലും പഠിച്ചവർക്കറിയാം. ആ നവംബർ ഇതുപോലൊരു നവംബർ 1917 നവംബർ മാസം 11-ാം തീയതി ഒരു കുഞ്ഞു വെടി പോലും വെക്കാതെ ബ്രിട്ടന്റെ ഒട്ടോമൻ സാമ്രാജ്യത്തിനകത്ത് ഇസ്രയേൽ ആദ്യമായിട്ട് ചെടി വെച്ചു. അതിന്റെ അർത്ഥം നിങ്ങൾ ലൈബ്ഷൻ വീട് പണിയുന്നത് പോലെ അവർ മടങ്ങി വരാൻ തുടങ്ങി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? കരമുയർത്തുന്നവർക്കായി നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് മാറ്റായാളും അത്തിയെ നോക്കി ഒരു പഠിപ്പീൻ. ഇസ്രയേലിൽ ജനങ്ങള് തുർക്കിയിലെ രാജാവിനോട് പറഞ്ഞ, സാറേ ഞങ്ങളുടെ ദേശം തരണം. അന്ന് ഒട്ടോമൻ സാമ്രാജ്യം പറഞ്ഞ് ജസ്റ്റിൻ കുമാർ നോട്ട് ചെയ്താട്ടെ മാസ്റ്ററെ. അന്ന് ഈ ഒട്ടോമന്റെ ചക്രവർത്തി പറഞ്ഞ, നൈൽ നദിയിലെ വെള്ളം മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് കയറ്റിയാലും ഞാൻ നിങ്ങൾക്ക് രാജ്യം തരാത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കരമുയർത്തുന്നവർക്കായി ഒരു വെടിയും വെക്കാതെ മടങ്ങി വന്നു. അത്തിച്ചെടി തളർത്തു. ഇതാ കാന്തന്റെ വരവ്. 917 3 സംഭവം നടന്നു. 1, ഒരു മഹാമാരി ഇവിടെ വന്നു. അതിന്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. 2, ഇസ്രയേലാകുന്ന അത്തിച്ചെടി. 3, അന്ന് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം, അഥവാ റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിക്കൊണ്ടിരിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ വന്നു. ഇന്ന് രാത്രി ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിന്. രാജ്യം കിട്ടിയില്ല, അത്തിച്ചെടി കുഴിച്ചു വെച്ചു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ യഹൂദന്റെ 1-ാമത്തെ മടങ്ങി വരവ്. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. 1910. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. നല്ല പ്രാസംഗികർ ഇവിടെ ഉണ്ടാകണം. സുവിശേഷത്തിൽ നിന്ന് പ്രസംഗിയറെ കിട്ടാൻ നെട്ടോട്ട് ഓടുക. എല്ലാം കപടവാദികളായിരിക്കുക. സ്വോത്രം. രക്ഷയുടെ സുവിശേഷം പറഞ്ഞ സുവിശേഷങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് നിലമാമൂട്ടിൽ തോലടിയിൽ നല്ല വചനം പ്രസംഗിക്കുന്ന ചെറുപ്പക്കാരികളും എഴുന്നേക്കണം. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയ സുവിശേഷ പ്രസംഗം. സ്വോത്രം. അടുത്ത് കേട്ടോണം. ഇത് കേക്ക്, മനസ്സിലാക്ക്. 1910 മാരാമൺ കൺവെൻഷൻ. അവിടെ ഒരു ഇംഗ്ലീഷുകാരൻ പ്രസംഗിക്കാമെന്ന് ജോൺ ടി വാക്കർ. അദ്ദേഹം മാരാമൺ മണപ്പുറത്ത് പറഞ്ഞു, യഹൂദൻ മടങ്ങി വരും. നാട്ടുകാർ പറഞ്ഞു,
ഈ ഇംഗ്ലീഷുകാരനെ തലയ്ക്ക് ലെവലാന്ന് സ്വോത്രം. അദ്ദേഹം വായിച്ചൊരു വാക്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് ഇന്ന് നിർത്താൻ, ബാക്കി നാളെ. എസെക്കിയേൽ പ്രവചനം 11:17. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു പോയിക്കട്ടെ. ജോൺ ടി വാക്കർ മാരാമൺ മർത്തോമയുടെ കൺവെൻഷനിൽ പ്രസംഗിച്ച് ഇന്നും ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഇംഗ്ലീഷുകാരൻ പറഞ്ഞ് അവർ മടങ്ങി വരും. വായിച്ചാട്ട് കുഞ്ഞ്, എസെക്കിയേൽ 11:17 വായിച്ചാട്ടെ. ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച്, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് നൈജീരിയയിൽ നിന്ന് ശേഖരിച്ച്, നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത്, ശേഖരിച്ച് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. കരമുയർത്തുന്നവർക്കായി ഒന്നാം ലോകമഹായുദ്ധം ഇത് 1910 ജോൺ ടി വാക്കർ പറഞ്ഞ അത്തിച്ചടി കുഴിച്ചു വെച്ചു. അങ്ങനെയെങ്കിൽ അത്തിയെ പറ്റി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായെങ്കിൽ വേനലെടുത്തു. വരാൻ പോകുന്നു ഇസ്രയേൽ ഹമാസ്, ഇസ്രയേൽ സിറിയ, ഇസ്രയേൽ ലെബനോൻ, ഇസ്രയേൽ യമൻ, ഇസ്രയേൽ തുർക്കി, ഇസ്രയേൽ ഇനി അടിക്കാൻ പോകുന്ന ഉസ്ബക്കിനെ അടിക്കാൻ പോവുക. ദുബായിൽ ഒരു യഹൂദന് പച്ചയ്ക്ക് കൊണ്ടുപോയി കഴുത്തറത്ത് കൊന്നെങ്കിൽ നമ്മുടെ ബൈബിളിന്റെ പ്രവചനം നിവർത്തിയായി അച്ചായ. അപ്പുറത്ത് റഷ്യ 23 മാസമായിട്ട് ഈ വഴിത്താരയിൽ ഞാൻ ഉക്രൈൻ റഷ്യ പ്രസംഗിച്ച് തളർന്നു. അതുകൊണ്ട് പറയാം, ഇന്ന് രാത്രി 23 മാസമായിട്ട് അടി നടക്കുമ്പോൾ നമ്മുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി. യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും എതിർക്കും, രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും ഈറ്റുനോവിന്റെ ആരംഭം. എന്നാൽ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ മക്കളുടെ പ്രത്യാശ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ തന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. ഇന്ന് രാത്രി തോലടിയേ, കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഇനി നാളുകൾ അധികയില്ല. സ്വോത്രം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ ഭാഗ്യവാൻ. ക്രിസ്തീയ ജീവിതം കഷ്ടത്തിന്റെ, കണ്ണുനീരിന്റെ, കയ്പ് കാടിയുടെയും വാതില. അതിലൂടെ കടന്ന നിത്യജീവനെ കണ്ടെത്തു. എന്നാൽ ഇന്ന് രാത്രി തോലടിയിൽ വീട്ടിൽ യാരിക്കുന്നത്, അയ്യാ തായെ തകർപ്പരെ തമ്പി തങ്കച്ചി, ഇന്നത്തെ നാശത്തുക്ക് വാതിൽ. കഞ്ചും കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നീ ടെലിവിഷനും കണ്ടുകൊണ്ടിരി, വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പോകും. എന്നാൽ ഇന്ന് രാത്രി സന്ദേശം കേട്ടിട്ട് ലോക സംഭവങ്ങൾ മുഴുവൻ, ഇന്റർനെറ്റിന്റെ അതിപ്രസരം, ലെബനോനിൽ പേജർ സ്ഫോടനം, ദുബായിലെ യഹൂദന്റെ കഴുത്തറത്തു, ലോക രാജ്യങ്ങളെല്ലാം വലിയ പ്രശ്നത്തിൽ. ട്രംപ് ദാ വീണ്ടും ഭരണത്തിൽ വന്നിരിക്കുന്നു. യഹൂദന്റെ ആലയവും പിന്നെ പണിയാൻ പോകുന്നെങ്കിൽ അന്തിമ ദിനത്തിന്റെ നാളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിനു മുമ്പ് ഞങ്ങളുടെ നാഥൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ അവിടെ കാത്തു നിന്നപ്പോൾ 2 ദൂതന്മാർ വന്ന് പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. യേശു പോയതുപോലെ മടങ്ങി വരും. റെഡ്വി മീഡിയയുടെ ആദ്യത്തെ കൺവെൻഷൻ രാത്രി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. അതിനു മുമ്പ് കാന്തന്റെ കാഹളം കേൾക്കാൻ ഷാർപ്പിട്ടായി ഒരു കാര്യം കൂടെ പറയാം. ഇടുക്ക് വാതിലും നിത്യജീവനിലേക്കുള്ള വാതിലും. ഇവിടെ തോലടിയിൽ അരുമயான ഒരു വീട്. എല്ലാവരും കേട്ടാട്ടെ, ഇതുകൂടെ പറഞ്ഞു നിർത്താം. ഇത് പറഞ്ഞില്ല പിന്നെ സൂക്ഷിച്ചിട്ട് പ്രസംഗം എന്തോ. അവിടെ നമ്മുടെ തോലടിയിൽ നാടൻ ഭാഷ ശമേല ചാനൽ റോസമാമൻ അങ്ങനെ എഴുതിക്കോ, തുണ്ടെഴുതിക്കോ, പിള്ളേർക്ക് പറ്റിയ കഥയാണ്. സ്വോത്രം. 2 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ നല്ല മോനായിരുന്നു, ഇളവനെ പേരിട്ട കൊച്ചുമോൻ എന്നാ നല്ല അരുമயான പേര് കൊച്ചുമോൻ. കൊച്ചുമോന് ഈ കളിക്കാവിള മാർത്താണ്ടത്ത് കുറേ കമ്പനികളുണ്ടായിരുന്നു. കൊച്ചുമോനോട് അവർ പറഞ്ഞു, നീ ഈ തോലടി നിൽക്കണ്ട, നീ മാർത്താണ്ടത്ത് പോലെ അരുമயான ബിസിനസ് ഇരിക്കുന്നത്, വട്ടി ഇരിക്കുന്നത്. സ്വോത്രം. അവൻ അല്ലേ തന്നെ ഇച്ചിരി ദൂർത്തുപുത്രനായിരുന്നു. സ്വോത്രം. ആ ദൂർത്തിനെ നോക്കിയാൽ ഞങ്ങളുടെ ഉപദേശിമാരെ അവൻ കുടിയൻ, കൊള്ളരുതാത്തവൻ, മുടിയൻ, അങ്ങനെ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവൻ ദൂർത്തുപുത്രനായിരുന്നു. സ്വോത്രം. അവൻ തോലടിന്ന് കുന്നത്തുകാർ സബരേഷ് സ്റ്റാർ ആഫീസിൽ നിന്ന് തോമാച്ചാനെ ശമൂലമാമയുടെയും എല്ലാ ഓഹരിയും മേടിച്ച് ഗുഡ് ബൈ നീങ്ങിപ്പോയി. എൻ്റെ ഭാരങ്ങൾ അവൻ നേരെ ഇവിടെ പോയി മാർത്താണ്ടത്ത് പോയി. സ്വോത്രം. മാർത്താണ്ടത്തുനിന്ന് കരിങ്കല്ല് പോകുന്നിടത്ത് ഇച്ചിരി സ്ഥലവും കിട്ടി. ഇവൻ വട്ടിക്കും കൊടുത്ത് കാര്യങ്ങളെല്ലാം ശരിയാക്കി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. ഇവൻ്റെ വട്ടിപ്പലിശ എല്ലാം ആൾക്കാർ അടിച്ചുകൊണ്ടുപോയി, കാശില്ല. പിന്നെ ഇടയ്ക്ക് അവൻ റമ്മി കളിക്കാൻ പോയി, കാശും പോയി. ഈ പുരാടത്തിൻ്റെ പ്രമാണം വിറ്റാ റമ്മി കളിച്ചത്. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ കോവിഡും വന്ന് പിന്നെ വല്ല രക്ഷയുണ്ടോ? സ്വോത്രം. എല്ലാവരും മനസ്സിലാക്കിക്കോ, ഒരു രക്ഷയില്ല. അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു,
ഇനി കുന്നത്തുകാലി ചെന്ന എൻ്റെ അപ്പൻ നിന്നെ കേട്ടത്തില്ല. அதுக்கு தான் இருக்குது. இங்கே கரங்கல் வந்து அருமையான ஒரு கவுண்டர் வந்திருக்குது. அவர் தான் நல்ல ஒரு பன்னி கூட்டத்தின் ஃபார்ம் ஒருக்கி இருக்குது. நீ அங்கே போய் பன்னியை மேய்ச்சா அருமையான சப்பாத்தி கிடக்குது, மசாலா தோசை கிடக்குது. കുടിയം വിചാരിച്ച് വീട്ടിൽ വരുന്നതിൽ നല്ല തമിഴ്നാട്ടുകാരനോട് പോയി നല്ല മസാലയും കഴിക്കാന്ന്. അവർ നേരെ അവൻ എവിടെ കൊണ്ടുപോയി തമിഴ്നാട്ടുകാരൻ അയ്യാ എടുത്തുകൊണ്ട് അവർ അരുമயான വാലിബൻ இந்த പന്നിയെല്ലാം മേയ്ക്കുന്നത് തണ്ണിയെല്ലാം കൊടുക്കുന്നത് സ്വത്രം. ഉടനെ പറഞ്ഞ് நான் பார்த்திருந்த வாலிபன் வந்திருக்கிறது. അവൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് നല്ല ചപ്പാത്തി ദോശ എല്ലാം കൊണ്ടു തരാന്ന്. പോയത് എല്ലാവരും കേൾക്കണേ, ഒരു ഉടുപ്പും ഒരു മുണ്ടും മാത്രമായിട്ടാണ് പോയത്. ആദ്യം 2-3 മാസം തമിഴ്നാട് അണ്ണ കൃത്യമായിട്ട് അവന് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അണ്ണ കൗണ്ടർക്ക് പിടികിട്ടി ഇവ ഇനി എങ്ങും പോകത്തില്ല സ്വത്രം. നമ്മൾ പള്ളിക്ക് താബൂക്ക് കിട്ടുന്ന പോലെ 4 വരിയും കൂടെ കെട്ടി സ്വത്രം. പിന്നെ ഈ പുള്ളിക്കാരൻ വല്ലപ്പോഴേ വരുമ്പോൾ ചോദിക്കുക, അയ്യാ പസിക്കരുത് സാപ്പാട് വല്ലതും കിടക്കുക. അപ്പോൾ അയ്യാ പറഞ്ഞു, ഇങ്ക വാളവരെ ഇരിക്കുന്നത്, പുളിയരി ഇരിക്കുന്നത്, ഓക്കെ കാലിത്തീറ്റ ഇരിക്കുന്നത്. ഇന്ന് തോലടി കൺവെൻഷൻ കേൾക്കുന്ന ചെറുപ്പക്കാരനോട് പറയുന്നത്, അപ്പൻ്റെ വീട്ട് വിട്ട് പോയാൽ നീ തിന്നാൻ പോകുന്നത് പുളിയരി, ഓക്കെ കാലിത്തീറ്റ, കരമുയർത്തുന്നവർക്കാ സ്വത്രം. അപ്പൻ്റെ വീട് വിട്ടു പോകുന്ന സകല ധൂർത്തപുത്രന്മാരും ഇതാ ചാപ്പിടാൻ പോകുന്ന സ്വത്രം. ഇപ്പോൾ 9 മാസം കൂടെ കഴിഞ്ഞ് പന്നിയുടെ കൂട്ടത്തിൽ കിടക്കുക. ഒരു ഉടുപ്പ് ഒരു മുണ്ടും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിയും. അപ്പോഴാ അന്ത നാൾക്കളി റെഡ്ബി മീഡിയ കൊടുത്തോല് ഒരു അനൗൺസ്മെന്റ്. TPM-കാർ ഇവിടെ ഉണ്ടല്ലോ, കാലായിലും ചെമ്പൂരും വെള്ളറുടെയുള്ള അവരൊരു അനൗൺസ്മെന്റ്. അയ്യാ, உலகத்தின் முடிவும் கடைசி கால செய்திகள். இந்த நாட்களிலே உலகம் முடிவாராய், கர்த்தன் மகிமை வராറായി സ്വത്രം. അപ്പം നമ്മുടെ തോലടിയിലും വെള്ളറുടെയൊക്കെ ഇവൻ വന്ന് പ്രസംഗം കേട്ടിട്ടുണ്ട് കേട്ടോ. കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിട്ടില്ല. ഇവന് പിടികിട്ടി എന്തോ തീരാറായി സ്വത്രം. ഇപ്പം ഇവൻ്റെ മൊബൈലും വാട്സപ്പും ഇല്ല. അപ്പം അവൻ പണ്ട് പ്രസംഗം കേട്ടോണ്ട് ആ ഓർമ്മ വന്നു. അതിൻ്റെ പേരാ സുബോധം. അവിടെ അച്ഛനും ചെന്നില്ല, പാസ്റ്ററിനും ചെന്നില്ല, പട്ടക്കാരനും ചെന്നില്ല. ശരീരത്തിനകത്ത് പാപം പെരുകിയപ്പോഴും വചനമകത്ത് കടന്നവൻ സുബോധം വന്നപ്പോൾ അവൻ കരമുയർത്തി. ഇതിൻ്റെ പേരാ മാനസാന്തരം. കരമുയർത്തുന്നവർക്കാ ഇതിനെയാ ഞങ്ങൾ വിളിക്കുന്നത്. പാപത്തിൻ്റെ വഴിയിൽ നിന്ന് വണ്ടി മാറിക്കയറണം. വചനം കേട്ടവൻ ഇന്ന് രാത്രി അവരാരോടും പറഞ്ഞില്ല, അപ്പനോടും പറഞ്ഞില്ല സ്വത്രം. അപ്പം അവൻ ഒരു വർഷമായിട്ട് പന്നിയുടെ കൂടെ നിൽക്കുകയില്ലേ. ഇപ്പം ബ്രദർ സിസ്റ്റർ ഒന്നും അല്ലല്ലോ നമ്മുടെ വിളി. ഗായ്സ്, മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു സ്വത്രം. ഒരു സുപ്രഭാതത്തിൽ പന്നിക്കെല്ലാം ഗായ്സ് ഐ ആം ട്രാവലിംഗ്. ഒറ്റ ചാട്ടം മതിലിയാടി. 1-ാം ദിവസം കറങ്കലിൽ നിന്ന് ചാടി എവിടെ വന്നു? മാർത്താണ്ഡത്ത് വന്ന് അവിടെ കടന്നു. 2-ാം ദിവസം അവൻ കുഴിത്തറ വന്നു സ്വത്രം, അവിടെ കടന്നു. 3-ാം ദിവസം പാറശാല നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വന്നപ്പോൾ തോലടിയിലെ ശമേലച്ചാൻ്റെയും റോസമാമയും പരിചയമുള്ള അച്ഛ അതിലേ പോയി. നീ കൊച്ചുവനല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ കൊച്ചുവാന ഇപ്പം ഈക്കിൽ പോലെ ഇരിക്കുക സ്വത്രം. നീ എവിടെ നിന്ന് വരുന്നത്? അച്ചായ കഥയൊന്നും പറയണ്ടേ, വളരെ വിഷമത്തില്ല. ഉടനെ ഒരു പരിപ്പോടെയും ചായയും വാങ്ങിച്ചു കൊടുത്തു സ്വത്രം. 4:45 മണിയായിരുന്നു തട്ടുകടയിൽ നിന്ന്. ഇത് കുടിച്ചപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ചായ കുടിക്കുന്നവരൊരു ആവേശമായി. കൊച്ചുവൻ, ഹൈഫാസ് ഡി കൊടവിളാകം, അത് കഴിഞ്ഞിട്ട് കന്നുമാമൂട്, തോലടി, കാരക്കോണം. നിങ്ങൾ ചൊവ്വായിന്ന് വന്നവരാ, സ്ഥലം അറിയത്തില്ല സ്വത്രം. കണ്ട കൊടവിളാകം, നെടുവാൻവിള, നേരെ കന്നുമാമൂട് വഴി തോലടി. ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാം CCTV അല്ലയോ. നോക്കിയപ്പോൾ 2 TV ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇരിക്കുന്നു. അമ്മാമ്മ രാവിലെ ശമുവേലച്ചാൻ സിറ്റ് ഔട്ടിൽ ഇരുന്ന് മനോരമ വായിക്കുക ചാരുകസേർ. അമ്മാമ്മ രാവിലെ എന്ത് നല്ല ബ്രൂ കോഫി ആയിട്ട് വന്നപ്പോൾ LED-ക്കകത്ത് പവർ വിഷൻ മാറി കാണുന്ന കൊച്ചു എന്താ വേച്ചു വരുന്നു സ്വത്രം. അമ്മാമ്മ അച്ചായനോട് പറഞ്ഞു, എൻ്റെ അച്ചായ ആ മുടിയം കൊച്ചുവൻ പിന്നെയും വരുന്നു സ്വത്രം. ദൂരെ നമ്മുടെ ക്യാമറ കാണുന്നു. പെട്ടെന്ന് വാഗണറെട്, നമുക്ക് കുരിശുമലയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, ഇവ അങ്ങ് സ്ഥലം വിടുമെന്ന് സ്വത്രം. അതാണ് ഈ തോലടിയിലെ ശമുവേൽ അച്ചായനും റോസമാമയും ചെയ്യുന്നത്. എന്നാൽ മടങ്ങി വരുന്നവനെ കണ്ടിട്ട് കാറെടുത്ത് സ്ഥലം വിടുന്ന ഒരപ്പനെ അല്ല ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മടങ്ങി വരുന്നവനെ കണ്ട് വീടിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക. ഇന്ന് രാത്രി ഒരപ്പൻ മധ്യാകാശത്തിലുണ്ട്. അവന്റെ പേരാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി തോലടി സഹോദര, മടങ്ങി വരുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് നിറം നോക്കാതെ, ഗുണം നോക്കാതെ, ഇതാ എൻ്റെ പ്രസംഗം, കർത്താവിൻ്റെ വരവല്ല. 1 വർഷമായി പന്നിയുടെ കൂട്ടത്തിൽ അവൻ്റെ ഉടുപ്പിനകത്ത് ചാണക, പന്നിയുടെ മൂത്രമാ അവൻ്റെ ഉടുപ്പിനകത്ത്. നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, നിന്റെ പണം നോക്കാതെ, നിന്റെ പാരമ്പര്യം നോക്കാതെ, നിന്നെ മാറോട് ചേർക്കുന്ന ഒരപ്പച്ചന് 2025 നവംബർ മാസം 25-ാം തീയതി തോലടിയിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ? ജീവിതം തകർന്ന വ്യക്തിയാണോ? സന്ദേശം അവസാനിക്കാറാകുന്നു. കടന്നു വാ. ഇന്ന് രാത്രി സ്വർഗസന്നിധി തനിക്ക് വേണ്ടി ഒരുങ്ങുന്നു.
ഒടിയമ്പുത്രം മടങ്ങി വന്നപ്പോൾ അപ്പൻ കെട്ടിപ്പിടിച്ചു, പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ എൻ്റെ വീട് വിട്ടു പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയതാ. നിനക്കിടാനൊരു വസ്ത്രമുണ്ട്, നിന്റെ കാലയിലിടാൻ ഞാൻ ചെരുപ്പും വെച്ചിട്ടുണ്ട്, തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു മോതിരം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വോത്ര നിറം നോക്കാതെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാ മാനസാന്തരവോ. അവൻ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, എനിക്ക് AC മുറിയും വേണ്ട, TV വേണ്ട, നമ്മുടെ ഒട്ടുപാൽ പൊടക്കുന്ന മുറിയിൽ ഒരു പായ്ക്കകത്ത് ഞാൻ കിടക്കാം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ പുരയ്ക്ക് പുറത്ത് കിടത്തുന്നവനെ അല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്, അവനെ പുരയ്ക്കകത്ത് കൊണ്ടുപോകുന്ന മണവാളൻ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഉയർത്തുന്നത്. ഇത് കേട്ടെങ്കിലും ഇന്ന് രാത്രി ആർക്കും മടങ്ങി വരാം. ഓൺലൈൻ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, പാപത്തിൻ്റെ പങ്കിലമായ ജീവിതത്തിൽ തന്നെ കരം പിടിച്ച് നടത്തുവാൻ കാൽവറിയിൽ പരമയാഗമായ യേശുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് കരമുയർത്തുന്നവരെ അപ്പൻ്റെ വീട്ടിലേക്ക് ചേർക്കുവാൻ എൻ്റെ നാഥൻ മടങ്ങി വരാറായി. തീർന്നില്ല, അവൻ്റെ പഴയ ഡ്രസ്സോടുകൂടി അകത്ത് കൊണ്ടുപോയില്ല. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, യവനെ ധരിപ്പിക്കുവാൻ ഒരു മഹിമയുടെ വസ്ത്രം, വിശേഷ വസ്ത്രം. അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ യാദം ഏദന്റെ പൂങ്കാവിനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദം കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ദേഹമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി കരം ഉയർത്തുന്നവർക്കായി അവൻ്റെ രക്തത്താൽ നമ്മളെ കഴിയെങ്കിൽ ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെ മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ നാഥൻ വരാറായി. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിൻ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ.